വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദലശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം കോടി കോടി കണ്ട കളകള നിനാദകരാളെ കോടി കോടി ഭുജ ധൃതകര കരവാളെ കേവലേ മാതുമിയ ബലേ ബഹുബലധാരിണി നമാമി ധാരിണി രിപുദളവാരിണി മാതരം വന്ദേ മാതരം തുഭി വിദ്യ തുഭി ധർമ്മ തുഭി ഹൃദി തുഭി മർമ്മ ത്വഹി പ്രാണാ ശരീരേ ബാഹുദേ തുഭി മാ ശക്തി ഹൃദയേ തുഭി മാ ഭക്തി ത്വമരയി പ്രതിമാ ഗഢി മന്ദിരേ മന്ദിരേ മാതരം വന്ദേ മാതരം തും ഹി ദുർഗാ ദശ പ്രഹരണധാരിണി കമല കമലദള വിഹാരിണി വാണി വിദ്യാദായിനി നമാമി ത്വാം നമാമി കമലാം അതുലാം സുജലാം അമലാം അതുലാം മാതരം വന്ദേ മാതരം ശ്യാമളാം സരളാം സുസ്മിതാം ഭൂഷിതാം ധരണി ഭരണി മാതരം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം ഭാരത് മാതാ കി ജയ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൈവരിച്ച അഭിമാനാർഹമായ നേട്ടത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി വർത്തമാന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപകടമായ അഹമ്മദാബാദ് അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക്
ചടങ്ങിന് സ്വാഗതം പറയുന്നതിനായി ശ്രീ ആര്യനാട് സുഗതനെ ക്ഷണിക്കുന്നു. മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇന്നിവിടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് നമ്മളോട് സംവദിക്കാനെത്തിയ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഹിന്ദു ധർമ്മ പരിഷത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിഷയമായിട്ട് നമ്മളിവിടെ ഈ ഇതേ വേദിയിൽ നമ്മൾ ഒത്തുകൂടിയിരുന്നു. ആ വിഷയമെന്ന് പറയുന്നത് രാജ്ഭവൻ, ഗവർണറുടെ അധികാരത്തിലുള്ള രാജ്ഭവൻ ഭാരത് മാതാവിൻ്റെ ചിത്രം വെച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദ വിഷയം. നിങ്ങൾക്കേവർക്കും അറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ മഹനീയ സാരഥ്യം വഹിക്കുന്ന ഗോപാൽജിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് ഈ രാജ്യത്തിൻ്റെ പരമപ്രധാനമായ പല വിഷയങ്ങളും, ആനുകാലിക വിഷയങ്ങളായാലും ശരി, ദേശീയതയെ ബാധിക്കുന്ന വിഷയങ്ങളായാലും ശരി, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളായാലും ശരി, അഭിമാന പുരസ്സരം ഇവിടെ ഈ വേദിയിൽ അതിന് പറ്റിയ സമയത്ത് തന്നെ സെമിനാറുകളും പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. കോരിച്ചൊരിയുന്ന മഴയുടെ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളേവരും ഇവിടെ എത്തിച്ചേർന്നത്. വളരെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്തിട്ടാണ് വന്നതെന്ന് ഹിന്ദു ധർമ്മ പരിഷത്തിന് നന്നായിട്ട് ബോധ്യമുണ്ട്. ഞാൻ പോലും വരാൻ ഇവിടെ വളരെ ബുദ്ധിമുട്ട്, അത്രമാത്രം ട്രാഫിക് ബ്ലോക്ക്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ ഭാരതീയൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാനകരമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് എടുത്തത്. ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. കഴിഞ്ഞ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപക്ഷെ ലോകത്ത് ഇത്രയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും ലോകത്തെ ആവേശം കൊള്ളിച്ചതുമായ ഒരു വിഷയമാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ പല എൻ്റെ മക്കളുടെ പ്രായമുള്ള, എൻ്റെ സഹോദരിമാരുടെ പ്രായമുള്ള പലരുടെയും നെറ്റിയിൽ കിടക്കുന്ന സിന്ദൂരത്തിനെയാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്. കാശ്മീർ താഴ്വരകളിൽ ഉല്ലാസയാത്രയ്ക്ക് പോയ നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും പോയവരുടെ മതം നോക്കി വെടിവെച്ച് കൊല്ലുക ഒരു പക്ഷേ ഭാരതത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവത്തിനാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടത്. ആ സഹോദരിമാരുടെയും ആ സഹോദരങ്ങളുടെയും മരിച്ചു വീണ 26ഓളം പേരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ആ സമയത്ത് കഴിഞ്ഞ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ഭരിച്ചിരുന്നവർ 2 ലക്ഷത്തോളം കാശ്മീരികളെയും നമ്മുടെ ഭാരതീയരെയും നിഷ്ഠൂരം വധിച്ച് ഭീകരത കൊണ്ട് മാത്രം ഒരു രാജ്യം മുന്നോട്ട് പോകുന്നതാണ്. ഈ 2 ലക്ഷത്തോളം പേരെ നിഷ്ഠൂരമായി വധിച്ച കാലഘട്ടത്തിലൊന്നും ഭാരതത്തിൻ്റെ നേതൃത്വം, അന്ന് ഭരിച്ചിരുന്നവർ ശക്തമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനവർ മുതിരില്ലായിരുന്നു. 2 ലക്ഷത്തോളം പേരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 2014 മുമ്പ് സംഭവിച്ചതോ നമ്മുടെ കുടുംബാംഗത്തിൽപ്പെട്ട, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന, നമ്മുടെ
സമൂഹത്തിലുള്ള നിരവധി പട്ടാളക്കാർ അവിടെ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. നിരവധി പട്ടാളക്കാർ അവിടെ സേവനമനുഷ്ഠിക്കുമ്പോൾ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന തദ്ദേശീയരായ ഒരു സമൂഹത്തെ അവർ അതിനു വേണ്ടി മാത്രം ഉപയോഗിച്ചു. ഒരു രാജ്യം ഭീകരതയ്ക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആധുനിക കാലഘട്ടം. മതത്തെപ്പറ്റി പറയുന്നില്ല, മതത്തെപ്പറ്റിയും മതം അനുശാസിക്കുന്ന മറ്റു കാര്യങ്ങളെപ്പറ്റിയും മതം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതിനെ പറ്റിയും അവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പല ചർച്ചകളും ഇവിടെയും അതിന് വേദി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദു ധർമ്മ പരിഷത്തും അതിന് അത്തരം വേദികൾ ഉണ്ടാക്കി. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം സൈനിക മേഖലയിൽ പ്രവർത്തിച്ച 3 മഹാന്മാരെയാണ് നമുക്ക് ഈ ചർച്ചയിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ലഭിച്ചത്. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളെപ്പറ്റിയെല്ലാം അവർ ദീർഘമായി സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം, കാരണം ആമുഖ പ്രഭാഷണത്തിന് നമ്മുടെ എല്ലാം ആരാധ്യനായ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ സാരഥി, ഞങ്ങളുടെ എല്ലാം അഭിമാനം ഗോപാൽജി ഈ വേദിയിലിരിപ്പുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റിയെല്ലാം വിശദമായി സംസാരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ വിഷയത്തിൽ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന, ആദ്യമായി വന്ദേമാതരം ആലപിച്ച എൻ്റെ പ്രിയ സഹോദരൻ കൂടിയായ സുരേഷ് ചന്ദ്രബാബുവിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആമുഖ പ്രഭാഷണത്തിന് ഇന്നിവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗോപാൽജിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ വളരെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളെന്ന നിലയിൽ സൈനിക സേവനത്തോട് അത്രയേറെ താല്പര്യമുള്ള, പല പ്രാവശ്യം പട്ടാളത്തിൽ കയറാൻ ശ്രമിച്ചിട്ട് കയറാൻ പറ്റാതെ എൻ്റെ അനുജനെങ്കിലും പട്ടാളത്തിൽ കയറ്റിവിട്ട ഒരു പട്ടാള പോലീസ് കുടുംബത്തിൽപ്പെട്ട പിറന്ന ഒരാളെന്ന നിലയിൽ സൈനിക മേഖലയിൽ ജോലി ചെയ്ത് ധീരമായ നേതൃത്വം കൊടുത്ത് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ഇതേ വേദിയിൽ എത്തിച്ചേർന്ന ലഫ്റ്റനന്റ് കേണൽ PGC നായർ, അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. എത്രയും ബഹുമാന്യനായ കേണൽ സജു കൃഷ്ണൻ, അദ്ദേഹം നമ്മുടെ വെങ്ങാനൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിനെ മുമ്പും പല വേദിയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിൽ ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ പേരിലും ഓരോരുത്തരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് കേണൽ RG നായർ സാർ, അദ്ദേഹം ശാസ്ത്രമംഗലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന BJPയുടെ ജില്ലാ പരിപാടിയിൽ അദ്ദേഹം മുഖ്യ സാന്നിധ്യമായിരുന്നു. എല്ലാവരും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, എനിക്കേറെ പ്രിയങ്കരനായ കേണൽ RG നായർ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും മാധ്യമപ്രവർത്തകനും ശബ്ദമായ കേരളത്തിൻ്റെ ശബ്ദം, യുവശബ്ദം, ഒരുപക്ഷെ തത്വമയി എന്ന് പറയുന്നത് നമുക്കെല്ലാം ജനം TV കഴിഞ്ഞാൽ അടുത്തൊരു വികാരമാണ് തത്വമയി. അതിന് ഇന്ന് നേതൃത്വം വഹിക്കുന്നതിൽ ആ സംസാര രീതി കൊണ്ടും ആവേശം ജ്വലിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടും നമ്മളെ പ്രകമ്പനം കൊള്ളിക്കുന്ന, ഞാൻ വളരെയേറെ കുറേ കാലമായി അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്, വലിയ സുഹൃത്താണെങ്കിലും. കുമാർ സംയോഗി, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നിരവധി പ്രമുഖ വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മക്കളുടെയും സഹോദരിമാരുടെയും പ്രായമുള്ള നിരവധി വനിതകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും, മാധ്യമപ്രവർത്തകരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഇന്ന് ഇവിടെ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ ലഫ്റ്റനന്റ് കേണൽ
PGC നായർ സർ, കേണൽ സജു കൃഷ്ണൻജി, കേണൽ RG നായർ സർ, ശ്രീ കുമാർ സംയോഗി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. ആമുഖ പ്രഭാഷണത്തിനുള്ള സമയമില്ല. കാര്യം ഇതിൽ ചിലർക്ക് ഞാൻ ആദ്യമേ വാക്ക് കൊടുത്തിരുന്നു നേരത്തെ പോകാം എന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഓരോരുത്തർക്കുള്ള സമയം 15 മിനിറ്റാണ്. ഇതൊരു ചർച്ചയാണല്ലോ. പിന്നെ ചോദ്യോത്തരം വേറെ വരും, ആ സമയത്ത് ബാക്കി സംസാരിക്കാം എന്നുള്ളത് കൊണ്ട് അതാദ്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുമാർ സംയോഗി, അദ്ദേഹമാണ് ഇതിൻ്റെ മോഡറേറ്റർ. അദ്ദേഹം ചില മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ടാവും എല്ലാവർക്കും. ഏതായാലും ഈ വിഷയം നമ്മൾ എടുക്കാനൊരു കാരണം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പല വിധത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഹിന്ദു ധർമ്മ പരിഷത്ത് അതിലെല്ലാം ഭാഗവാക്കായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഗവർണറുടെ ഓഫീസിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സംഭവം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിലും നമ്മളിൽ പലരും പങ്കാളികളായതാണ്. ഏതായാലും ഈ ഭാരത മാതാവ് 3 പ്രമുഖരായിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥരായിരുന്നവരുടെ, ഇന്നും ആ ഉദ്യോഗസ്ഥരായിരുന്നവർ അതേപോലെ തന്നെ ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള അഭിമാനമുണ്ട്. കാരണം കുറേ വർഷങ്ങളായി നമ്മുടെ പട്ടാള രംഗത്ത് നിന്ന് റിട്ടയർ ചെയ്തു എന്ന് പറയപ്പെടുന്ന, ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, പറയപ്പെടുന്ന എന്നുള്ള വാക്ക് തന്നെയാണ്, അത്തരം സംഘടനകളുടെ നേതൃത്വ സ്ഥാനം അലങ്കരിച്ച് അതിൽ പ്രവർത്തിക്കുന്ന, ഇന്നും ജനങ്ങളുടെ ആവേശമായി തീർന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന, ഈ വേദിയിലിരിക്കുന്ന 3 പേരും. അതിലൊരാളെ കുറച്ചൊരു അഭിമാനത്തോടെ പറയാൻ പറ്റും. റിട്ടയർ ചെയ്ത് വന്ന് അടുത്ത ദിവസം തന്നെ ആദ്യം ബന്ധപ്പെടാൻ പോയ ഒരാൾ, ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്ന് കാണുകയും അന്ന് മുതൽ ഈ ദേശീയ പ്രസ്ഥാനങ്ങളിൽ ആവേശത്തോടുകൂടി മുന്നണിയിൽ നിന്ന വ്യക്തിയുമാണ് ശ്രീ കേണൽ RG നായർ സാർ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. മറ്റുള്ള 2 പേരും അതേപോലെ തന്നെയാണ്. പറയാൻ കാരണം ഒരാളെക്കുറിച്ചേ പറഞ്ഞുള്ളൂ എങ്കിലും ആ രംഗത്ത് വളരെ ആവേശത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള പ്രേരണ അവർക്കും നമുക്കും കിട്ടിയത് ഈ രാഷ്ട്രം എന്നുള്ള സങ്കല്പമാണ്. ഈ രാഷ്ട്രം എന്നുള്ള സങ്കല്പം ഒരു സമയത്ത് അക്രമകാരികൾ നിരവധി തവണ ഈ നാടിനെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ കാലങ്ങളോളം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീജ്വാലയിലേക്ക് യുവാക്കൾ എടുത്തു ചാടിയതിൻ്റെ ഫലമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. കിട്ടിയ സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു നമുക്കറിയാം. ആ സ്വാതന്ത്ര്യം നമ്മുടെ നാടിനെ മാതൃഭൂമിയും പിതൃഭൂമിയും കർമ്മഭൂമിയും എല്ലാമായി കാണുന്ന ഈ മാതൃഭൂമിയെ വെട്ടിമുറിച്ചുകൊണ്ടായിരുന്നു. ആ വെട്ടിമുറിക്കാൻ പ്രേരണ കൊടുത്തവരും വെട്ടിമുറിച്ചവരും ഇന്നും ഈ നാട്ടിൽ പല വിധത്തിൽ പ്രവർത്തിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മനസ്സിൽ ഇന്നും ഏതൊരു ഭാഗത്തെയാണോ വെട്ടിമുറിക്കപ്പെട്ട് അങ്ങോട്ട് പോയത് അതേ മാനസികാവസ്ഥയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. 21 ഊരിയ വാൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഇന്നും ഞങ്ങളുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഓർക്കണം. ഓരോ ഭാഗത്തും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നു ഓരോ പ്രദേശത്തും. 2014 ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആ മാറ്റങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സംഭവിച്ചത് എന്നുള്ളതും വ്യക്തമാണ്. നമ്മൾ അസംഘടിതരായി നിന്നപ്പോൾ
രാജ്യത്തിന് വേണ്ടി ധനപൂർവമായി സമർപ്പിക്കാനുള്ള കാഴ്ച മറന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഓരോ ഭൂപ്രദേശവും നമുക്ക് നഷ്ടപ്പെട്ടു. അഫ്ഗാനിസ്ഥാനും പഞ്ചാബും, ഇന്ന് പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്ന് പറയുന്ന പഞ്ചാബിൻ്റെ ഒരു ഭാഗം നമ്മളെ കയ്യിലില്ല, നമ്മൾ ഓർക്കേണ്ടതാണ്. വംഗദേശം നിരവധി വിപ്ലവകാരികളെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടാൻ പ്രേരണ കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയ, ഇന്നിവിടെ പാടിയ വന്ദേ മാതരത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ആളുകൾ പോലും ജനിച്ച നാട്, ആ വംഗദേശം ഇന്ന് നമ്മുടെ കയ്യിലില്ല, നമ്മൾ ഓർക്കേണ്ടതാണ്. ഓരോ പ്രദേശവും നമ്മളുടെ അസംഘടിതാവസ്ഥയുടെ ഫലമായി നമുക്ക് നഷ്ടപ്പെട്ടു ഓരോ കാലത്തും. ഇത് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര ഈ സമയത്ത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഞാനൊരു ആമുഖ പ്രസംഗം നീട്ടി കൊണ്ടുപോകുന്നില്ല. ഭാരതത്തെക്കുറിച്ചിട്ട് ഈ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ മനോവേദന തോന്നുന്നവരാണ് നമ്മളെല്ലാവരും എന്നുള്ളതിവിടെ സൂചിപ്പിച്ചു ആദ്യമേ തന്നെ. ആ മനോവേദനയോടുകൂടി തന്നെ ഈ വിഷയത്തിലേക്ക് കടക്കാൻ ആദ്യമേ തന്നെ മോഡറേറ്ററായിരിക്കുന്ന കുമാറിനെ ക്ഷണിക്കുന്നു. നീട്ടിക്കൊണ്ടുപോകാൻ തന്നെ അടുത്തയാൾ അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളെ ലഫ്റ്റനൻറ്റ് കേണൽ PGC നായർ, അദ്ദേഹം അതിനുശേഷം സംസാരിക്കുന്നുണ്ടാവും. വന്ദേ മാതരം. ആദരണീയനായ അധ്യക്ഷൻ, ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ ഗോപാൽജി, ഈ ചർച്ചയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലഫ്റ്റനൻറ്റ് കേണൽ PGC നായർ, കേണൽ സജു കൃഷ്ണൻ, കേണൽ RG നായർ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച സൂതൻ ചേട്ടൻ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ നിരവധി പരിപാടികൾ ഏതാണ്ട് പ്രതിമാസം എന്നോണം ഇവിടെ ഈ അനന്തപുരിയിൽ പല ഭാഗങ്ങളിലായി നടക്കാറുണ്ട്. ആ പരിപാടികളിലെല്ലാം തന്നെ ഒരു സദസ്സിൽ ഒരു നാട്ടുകാരനായി അല്ലെങ്കിൽ ആ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകനായി ഒക്കെ ഇരുന്നിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ഇത്തരമൊരു പരിപാടിയിൽ ഒരു മോഡറേറ്ററായി എത്തുന്നത്. അതും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിഷയത്തിലാണ് എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം തന്ന ഹിന്ദുധർമ്മ പരിഷത്തിനോട് അങ്ങേയറ്റത്തെ നന്ദി അറിയിക്കുകയാണ്. നമ്മളെല്ലാം നടുക്കിയ ഒരു ഭീകരാക്രമണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കശ്മീരിലെ പഹൽഗാമിൽ നടന്നത്. പഹൽഗാമിന് ശേഷം ഇന്ത്യ കൃത്യമായ മറുപടി നൽകും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അത് എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, കഴിഞ്ഞ 2 തവണയും നൽകിയതുപോലെ ആയിരിക്കുമോ? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് എന്താകും ഇനി സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പലരുമായും ചർച്ച നടത്തുകയും സ്വയം മനസ്സിൽ ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നാടിന് സമർപ്പിക്കാനായി തിരുവനന്തപുരത്ത് എത്തിയത്. ആ പരിപാടി, വിഴിഞ്ഞം പോർട്ടിൽ നടന്ന പരിപാടിയിൽ എനിക്ക് ഡ്യൂട്ടിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും വീട്ടിൽ മകള് 4ാം ക്ലാസ്സുകാരിയാണ്. പലതവണ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് പോയിട്ടുള്ളത് കൊണ്ട്
ഇത്തവണ എന്നെയും കൂടെ കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്യൂട്ടിയില്ല. രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുമ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. സമ്മതിച്ചു. എന്നോടൊപ്പം രാവിലെ 5 മണിക്ക് എണീറ്റ് 6:30 വണ്ടി കയറി ഇവിടെ എത്തി, ഓഫീസിലെത്തി. അദ്ദേഹം 10 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. 9 മണിയോടുകൂടി ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലെത്തി. മാധ്യമപ്രവർത്തകർക്കൊപ്പം നിന്ന് ഞാനും മകളും. നരേന്ദ്രമോദി അദ്ദേഹം വാഹനത്തിൽ പോകുന്നത് അവൾ നേരിട്ട് കണ്ടു. അതിനുശേഷം അവൾ എന്നോട് പറഞ്ഞത്, മോദിജിക്ക് വലിയ ദേഷ്യമുണ്ട് മുഖത്ത്. ആരോടാണ് ഈ ദേഷ്യമെന്നാണ് അവൾ എന്നോട് ചോദിച്ചത്. അദ്ദേഹം സത്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖം അത്രമാത്രം കോപാകുലം ചുവന്ന് തൊടുത്തിരിക്കുകയായിരുന്നു. വളരെ സീരിയസ് ആയിരുന്നു. ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ നടക്കാൻ പോകുന്നത് എന്ത്, ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി എന്ത് എന്ന് നമ്മളിൽ പലർക്കും വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഏതാനും നിമിഷങ്ങൾ മാത്രമേ അവൾ നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ മനോനിലയെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ളൊരു സൂചന അവൾ കാണിച്ചു തന്നതുകൊണ്ട് അങ്ങനെ ഒരു വായന അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്നും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. അപ്പോഴും സംശയങ്ങൾ ബാക്കിയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്നൊരു ദിവസം പുലർച്ചെ ഉറക്കത്തിനിടയിലാണ് നമ്മൾ അറിയുന്നത്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് തന്നെ, പ്രത്യേകിച്ചും തത്വമയി പോലുള്ള ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ആ വിവരങ്ങൾ, നമ്മളൊരു ഓൺലൈൻ ചാനലാണ്, ഒരു ചെറിയ ടീമാണ്, എങ്കിൽ കൂടി മറ്റ് വാർത്താമാധ്യമങ്ങളോടൊപ്പം നിൽക്കാൻ നമ്മൾ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഒരു മനസ്സിൽ ഉയരുന്ന രാജ്യസ്നേഹത്തിൻ്റെ ആ ഒരു കരുത്തുകൊണ്ട് ആ റിപ്പോർട്ടുകൾ ഏതാണ്ട് ഭംഗിയാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ തത്വമയുടെ ചീഫ് എഡിറ്റർ ശ്രീ രാജേഷ് പിള്ളയുടെ സ്പെഷ്യൽ പ്രോഗ്രാമായ RP തോട്ട്സിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതിന് മുമ്പ് എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനെക്കുറിച്ചുമുള്ള വിശകലനങ്ങൾ പ്രേക്ഷകർ വളരെ ഗൗരവമായി ഏറ്റെടുത്തു എന്ന് ഞങ്ങൾ അതിലെ കമൻസിലൂടെയൊക്കെ മനസ്സിലാക്കി. എന്നിട്ടും എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ തീർത്തും സാധാരണക്കാരൻ്റെ മനോനിലയോടുകൂടി മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ കഴിയൂ. രാജ്യത്തിൻ്റെ ശക്തി ശരിക്കും ലോകത്തിന് മാത്രമല്ല നമുക്ക് പോലും കാട്ടിത്തന്ന ഒരു സൈനിക നടപടിയായിരുന്നു. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ഇസ്രായേലിലേക്ക് 100 കണക്കിന് റോക്കറ്റുകൾ വിടുമ്പോൾ ഈ റോക്കറ്റുകളെല്ലാം ഇസ്രായേലിൻ്റെയും സൗദി അറേബ്യയുടെയും ഒക്കെ ആകാശത്ത് വെച്ച് കരിച്ചു കളയുന്ന ഇസ്രായേലിൻ്റെ അയൺ ഡോം കണ്ട് നമ്മൾ കണ്ണു തള്ളി നിന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റോറി ചെയ്തവരാണ്. എന്താണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം എന്ന് നമ്മളെല്ലാവരും സ്റ്റോറി ചെയ്തിട്ടുണ്ട്, വിശകലനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ വെല്ലുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നുവെന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു? അത് നമ്മളെ കൂടി മനസ്സിലാക്കി തന്ന ഒരു സൈനിക നടപടിയായിരുന്നു അത്. പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഒന്നും തന്നെ നിലം തൊടിയിക്കാൻ നമ്മൾ അനുവദിച്ചില്ല. അതിന് റഷ്യയുടെ S-400 എന്നൊക്കെ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് എങ്കിൽ പോലും S-400 മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പല സാങ്കേതിക വിദ്യകളും ഈ ഡ്രോണുകളെയും അതുപോലെ തന്നെ മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിൽ നമ്മെ സഹായിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ലെഡ് ഓപ്പറേഷൻ, അത് നമ്മൾ ആ യുദ്ധതന്ത്രം കണ്ട് സന്തോഷിച്ചവരാണ് നമ്മൾ. കാരണം ഇൻ്റലിജൻസ് ലെഡ് എന്ന് പറയുമ്പോൾ പലരും ഈ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ഉണ്ടായിരുന്നുവെന്നും നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും അന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ചൈനയുടേതൊരു ഏറുപടക്കം മാത്രമായിരുന്നു, അത് പ്രവർത്തിച്ചില്ല എന്ന്. പക്ഷേ ചൈനയുടേത് വെറുമൊരു ഏറുപടക്കം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ സംവിധാനത്തെ കവച്ചു വയ്ക്കാനുള്ള അറിവ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായുധം കൊണ്ട് നേരിടണം എന്ന് ഇന്ത്യക്ക് ശക്തമായി അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവരുടെ ആക്രമണങ്ങളെ നിഷ്പ്രഭമാക്കാനും നമ്മുടെ ആക്രമണങ്ങൾ ലക്ഷ്യം കാണാനും നമുക്ക് സാധിച്ചത് എന്ന് ഞാൻ കരുതുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തിൻ്റെ സൈനിക മേഖലയിൽ നടന്നുവരുന്ന പരിഷ്കരണങ്ങൾ, ആ പരിഷ്കരണങ്ങൾ ശരിയായ ദിശയിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു സൈനിക നടപടി. മാത്രമല്ല, അറിഞ്ഞതിനേക്കാൾ ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തുകൊണ്ട് നമ്മൾ വെടിനിർത്തി? അത് കിരാന ഹിൽസിലെ ആണവായുധങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു തിയറി വരുന്നത്, നമ്മുടെ നൂർഖാൻ എയർപോർട്ട് രഹസ്യമായി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്, ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് അമേരിക്ക പേടിച്ച് വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്തിയതെന്ന് പറയുന്നു. എന്തായാലും ഇനിയും ധാരാളം കാര്യങ്ങൾ അറിയുവാനുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചിടത്തോളം. കാലം പോകും തോറും, ദിവസങ്ങൾ കടന്നു പോകും തോറും അതെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആധികാരികമായി സംസാരിക്കുക, അവരെ കേൾക്കുക എന്നതാണ് നമ്മൾ ഈ നിമിഷത്തിൽ വേണ്ടത്. ഒരു അവതാരകൻ്റെ പാണ്ഡിത്യമോ അറിവോ പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല ഒരു ചർച്ച. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയ വിദഗ്ധർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വിഷയ വിദഗ്ധരെ കേൾക്കുക, നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി അവരിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് പരമാവധി അറിവ് പകർന്നെടുക്കുക, ഇതൊക്കെയാണ് ചർച്ച കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയ വിദഗ്ധരെ, നമ്മുടെ ഏറ്റവും ആദരണീയരായ ഇന്ത്യൻ സൈന്യത്തിൽ വർഷങ്ങളോളം സേവനം നടത്തി പരിചയമുള്ള നമ്മുടെ വിശിഷ്ട അതിഥികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ആദ്യം സംസാരിക്കാനായി ലഫ്റ്റനൻറ്റ് കേണൽ PGC നായരെ ക്ഷണിക്കുന്നു. എല്ലാവരോടും ഒരു അപേക്ഷയുള്ളത്, നമ്മുടെ സമയം പരിമിതമാണ്, 15 മിനിറ്റാണ്. ഇതിനുള്ളിൽ എല്ലാവരും അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ലഫ്റ്റനൻറ്റ് കേണൽ PGC നായരെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഗോപാൽജിക്കും, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം പത്രമാധ്യമങ്ങളിലൂടെയും TV, അതുപോലെ തന്നെ പല നമ്മുടെ സോഷ്യൽ മീഡിയ, എല്ലായിടത്തും കൂടിയും നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. എങ്കിലും ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് അതായത് കാരണം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പഹൽഗാമിലെ ഈ ഉഗ്രവാദികളുടെ അറ്റാക്കാണ്. വെറും നിസ്സഹായരായ നമ്മുടെ സഹോദരി സഹോദരന്മാരെ അവർ ഉന്നം വെച്ചു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഇതുപോലൊരു നരഹത്യ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം നേരത്തെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവർ, ഉഗ്രവാദികൾ, പട്ടാളക്കാരെയും CRPF, അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ കോൺവോയ്, അങ്ങനെ അവർ പല വിധത്തിലും ഡിഫൻസിനെ അല്ലെങ്കിൽ രാജ്യത്തെ നമ്മുടെ യൂണിഫോം ഇട്ട ആൾക്കാരെയാണ് അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഈ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിൻ്റെ പല കാരണങ്ങളാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അതായത് കൃത്യം നടക്കുന്നത് പഹൽഗാമിലാണ്. പഹൽഗാം ഏരിയ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത്. അത്ര മനോഹരമായിട്ടുള്ള ഏരിയയാണ്. അവിടെ അവിടെ സന്ദർശകർ ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതായത് രാജ്യത്തുള്ള, പ്രത്യേകിച്ചും ആ JNKയിലുള്ള ആൾക്കാർക്ക് അവരുടെ വരുമാനം കൂടുകയാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിവിടെ കേരളത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. എന്ന് പറഞ്ഞതുമാതിരി അവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ, അതായത് അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ജോലി ഉണ്ടാകും, അവർക്ക് വരുമാനം കിട്ടും. അത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ അവർക്കത്ര ദഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം JNKയിലെ ആർട്ടിക്കിൾ 370 അതെടുത്ത് കളഞ്ഞു. അത് കളഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായ പുരോഗമനം, അതായത് അവിടെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോയിട്ടുള്ളവർക്ക് അത് ആ പ്രദേശത്ത് നമുക്ക് അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൂടെ ഒരുപക്ഷെ അല്ലെങ്കിൽ ടി വിയിലൂടെ കണ്ടു കാണും. ടണൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് പട്ടാളക്കാർ ശ്രീനഗർ അല്ലെങ്കിൽ ലേ ലഡാക്കിൽ പോകണമെങ്കിൽ ബൈ റോഡ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. മഞ്ഞുവീഴ്ച ഉണ്ടായാൽ ആ സമയത്ത് അവർക്ക് എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. കാരണം ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആയാലും ഉദ്യോഗസ്ഥരായിരുന്നാലും അവർക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ രാജ്യസ്നേഹം, രാജ്യ താല്പര്യം, ജനതാല്പര്യം. ഇത് ഉണ്ടെങ്കിൽ ആ രാജ്യം പുരോഗമിക്കും. നമ്മുടെ കൂട്ടത്തിൽ അതായത് സ്വാതന്ത്ര്യം കിട്ടിയാണ് ജപ്പാൻ. ആ ജപ്പാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം പുരോഗമിച്ചത്? കാരണം അവിടെയുള്ള ആൾക്കാർക്കുടെ രാജ്യസ്നേഹം, രാജ്യ താല്പര്യം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു റിലേറ്റീവ് ടാറ്റയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. പുള്ളിയെ അതായത് അവിടെ ഈ ജപ്പാനിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അയച്ചു. പുള്ളിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരും കൂടെ വൈകുന്നേരം ഇങ്ങനെ വെറുതെ സൈറ്റ് സീയിങ്ങിന്, അതായത് അവിടുത്തെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോയപ്പോൾ ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞുപോയി. അപ്പം ലേസ് അഴിഞ്ഞു പോയപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ നിന്നുകൊണ്ട് കുനിഞ്ഞ് കെട്ടാൻ ലേസ് കെട്ടാൻ അല്പം ബുദ്ധിമുട്ട്. അപ്പം ഇതുപോലെ ഒരു പൊക്കമുള്ള ഒരു സ്ഥലം വേണം. അപ്പം നോക്കിയപ്പം നമ്മുടെ ടൗൺ ഏരിയയിൽ അല്ലെങ്കിൽ പാർക്കിൽ ബ്യൂട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അതായത് ചെയിൻ, അതിന് ഓരോ ചെറിയ ചെറിയ പില്ലർ കാണും. ആ പില്ലറിലാണ് ഈ ചെയിൻ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം കണ്ടു. പുള്ളി ആ കാല് അതിൻ്റെ ആ ഒരു പില്ലറിന് മുകളിൽ പൊക്കി വെച്ചിട്ട് ഷൂലേസ് കെട്ടുകയായിരുന്നു. ആ ഷൂലേസ് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ അതിലെ നടന്നു പോയി. അപ്പോൾ ആ സ്ത്രീ ഇയാളോട് പറയാണ്, ജെന്റിൽമാൻ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഡേർട്ടി. അത്രയധികം അവർക്ക് ആ ഒരു രാജ്യസ്നേഹമുണ്ട്. നമ്മുടെ ഇവിടെ ഒരാൾ പൊതുനിരത്തിൽ മൂത്രം ഒഴിക്കാൻ കണ്ടു കഴിയുന്നാൽ നമ്മൾ അവനോട് ചോദിക്കുക, എടാ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ച് ചീത്ത പറയും, ഇല്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവിടെ ജപ്പാനിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് അവിടുത്തെ മാതിരി ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും താല്പര്യവും ഇവിടുത്തെ ജനസമൂഹത്തിനും വേണം, ഉദ്യോഗസ്ഥർക്കും വേണം, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണം. അതില്ലെങ്കിൽ നമ്മുടെ രാജ്യം പുരോഗമിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുരോഗമിക്കുന്നതിനുള്ള തടസ്സങ്ങളാണിതെല്ലാം. ഇന്നും നമുക്കറിയാം നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും അതായത് വെളിയിൽ പോകുമ്പോൾ, രാഷ്ട്രീയ നേതാക്കന്മാർ വെളിയിൽ പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് എഗൻസ്റ്റായിട്ട് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ അയൽക്കാരോടോ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആ ഒരു കാര്യം അവർ അറിയും. അതിൻ്റെ എന്താണ് നമ്മുടെ ഇതുള്ളത്, എന്താ പറയുന്നത്, ആ ഒരു സ്ഥാനമുള്ളത്. ആദ്യം വരെ മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും. ഇതാണ് ഞാൻ പറഞ്ഞ, അതായത് ഈ പഹൽഗാം അറ്റാക്കിന് മുമ്പ് ഈ ഇങ്ങനത്തെ പല പല കാര്യങ്ങളും, അതായത് പുരോഗമനം, അതുകൂടാതെ തന്നെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ, ആ സ്ഥലം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാം POKയുടെ കണ്ടീഷൻ എന്താണ്, ഇപ്പോൾ JNKയുടെ കണ്ടീഷൻ എന്താണ്. അതായത് നോർത്ത് കൊറിയ സൗത്ത് കൊറിയ മാതിരിയാണ്. സൗത്ത് കൊറിയ എത്രയധികം പുരോഗമിച്ചിട്ടുണ്ട്, നോർത്ത് കൊറിയ വളരെ പിന്നോക്കമാണ്. അതേ ഒരു കണ്ടീഷനാണ് ഇന്ന് JNKയും അതായത് POKയും തമ്മിൽ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ സമരം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് എഗനിസ്റ്റായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അവർക്ക് സ്വാതന്ത്ര്യം വേണം. കാരണം എന്താണ്, പാകിസ്ഥാൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് അവരുടെ ആ ഏരിയ പുരോഗമിക്കുന്നില്ല. അവരുടെ ആ ഒരു ആൾക്കാരുടെ പുരോഗമനം എന്ന് പറയുന്നത് വളരെ സീറോ ആണ്. അപ്പോൾ അവരിത് JNKയിലുള്ളവരുടെ പുരോഗമനം കാണുകയാണ്. അത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഒന്നുകിൽ ഇന്ത്യയിൽ കൂട്ടത്തിൽ വരണം, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം വേണം. ഇതാണ് ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിൽ നമുക്കറിയാം, 2014 മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് ബോംബെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? അതിനു മുമ്പ് പല പല അതായത് ഉഗ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ ഗവൺമെൻറ് എന്താണ് ചെയ്തിരുന്നത്? എന്നാൽ 2014 ശേഷം ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്തെങ്കിലും ഇതുമാതിരി അതായത് ഒരു അറ്റാക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടായിക്കഴിഞ്ഞാലോ
ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. നമ്മുടെ അതായത് സർജിക്കൽ സ്ട്രൈക്കിൻ്റെ സമയത്ത് ഒരു വിംഗ് കമാൻഡർ അഭിനന്ദൻ എൻ്റെ പ്ലെയിൻ വെടിവെച്ചിട്ടു. അഭിനന്ദൻ പാകിസ്ഥാൻ്റെ ഉള്ളിലാണ് പെട്ടത്, പാരച്യൂട്ടിൽ വീണത്. ആ അഭിനന്ദൻ അതായത് അവിടുന്ന് യാതൊരു അതായത് ദേഹദ്രോഹവും ചെയ്യാതെ പുള്ളിയെ ഇന്ത്യയിൽ വിട്ടു. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ സൈന്യത്തിൻ്റെ ആരെങ്കിലും പാകിസ്ഥാനിൽ പോവുകയോ അല്ലെങ്കിൽ അവർ പാകിസ്ഥാനിൽ ഏതെങ്കിലും വിധത്തിൽ ചെല്ലുകയോ ചെയ്താൽ അവരുടെ തല കണ്ടിക്കുക, എന്നിട്ട് ആ തല ഇപ്പുറത്തെറിയുക. ഇതാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയധികം ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. എന്നാൽ ഈ വിംഗ് കമാൻഡർ അഭിനന്ദനെ യാതൊരു ദേഹദ്രോഹം ചെയ്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവഹാനി വരുത്താതെ പുള്ളിയെ തിരിച്ചയച്ചു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രസിഡന്റിൻ്റെ അടുത്ത് പറഞ്ഞു, എളുപ്പം അഭിനന്ദനെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാവും. ആ ഒരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ ഒരു പേടി അത് വിദേശത്തുള്ള അതായത് മറ്റ് രാജ്യങ്ങൾക്കും അറിയാം, ഇന്നത്തെ പ്രധാനമന്ത്രിയെ. അതുപോലെ തന്നെ എന്ത് ആക്ഷൻ എടുക്കുമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം, പാകിസ്ഥാനും അറിയാമായിരുന്നു. അതാണ് ഇന്നത്തെ ഗവൺമെൻറ്. ആ ഒരു കാരണമാണ് ഇന്ന് ഈ നമ്മുടെ പഹൽഗാം അറ്റാക്കിന് തിരിച്ചടിയായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത്. അതായത് 7-8 തീയതികളിൽ തീയതി രാത്രിക്ക് ആണ് നമ്മുടെ അറ്റാക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്തും വളരെ കൃത്യമായിട്ടുള്ള അതായത് ഈ മിസൈൽ അറ്റാക്കാണ് അന്ന് നടത്തിയത്. അതും നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്ത മിസൈൽസ്, ബ്രഹ്മോസ് മിസൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്തതാണ്. നമ്മളും റഷ്യയും കൂടി ജോയിൻറ്റ് വെഞ്ചറാണ്. അത് തന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവരും എയർപോർട്ടിലേക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡിൽ നിന്ന് കാണാം ബ്രഹ്മോസ്. അങ്ങനെ ആ ഒരു മിസൈലും അതുപോലെ തന്നെ മറ്റ് പല ഘടകങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ അറ്റാക്ക് ചെയ്തതും അതിനെ ഇത്രയധികം വിജയകരമാക്കി തീർക്കാൻ സാധിച്ചത്. ഇതാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ അതായത് ഇച്ഛാശക്തി എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ വളരെ കാര്യമായ രീതിയിലും അതായത് ഇന്ന് പാകിസ്ഥാനല്ല മറ്റ് രാജ്യങ്ങൾക്ക് പോലും കൂടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരല്പം ബഹുമാനമുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ അതേസമയം പേടിയുണ്ട്. പേടിക്കാൻ കാരണം എന്താ, അവർക്ക് 3 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു നിഴൽ യുദ്ധം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയെ തോൽപ്പിക്കുക, അതിൻ്റെ ഒരു കാരണമാണ് ഇന്നിപ്പം നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു ട്രാജഡി ഉണ്ടായത്. അതിലിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് ചില സംഗതികൾ അറിഞ്ഞിരിക്കാം. ഇത് റീസെൻ്റ്ലി ഒരു ഓർഡർ പാസ് ചെയ്തിരുന്നു. ടർക്കിയിലുണ്ടായിരുന്ന ആൾക്കാർക്കാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിങ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ എയറോഡ്രോമിലുണ്ടായിരുന്ന കൊടുത്തിരുന്നത്. അവരോട് പറഞ്ഞ് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി വെക്കേറ്റ് ചെയ്യണം. ഇത് അവരെന്നിട്ട് കോർട്ടിൽ പോയി. ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ശരിയാണ്, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങളെന്തെങ്കിലും ഞങ്ങൾക്ക് അനുസരിച്ചായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾ പോയാൽ തരും. എന്നിട്ട് അവർ അത് കൂടാതെ ബോംബെയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പം ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അവർക്ക് നോട്ടീസ് വേണം. അതെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിൽ അതായത് പല പല എന്തു പറയുന്ന കാരണങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും. ഇതാണ് ഇത്രയും കൂടുതൽ സമയം ഞാൻ നിങ്ങളുടെ വേസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് പിന്നാലെ വേറെ 2 പേരുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടും സംസാരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെയധികം നന്ദി ലഫ്റ്റനൻറ്റ് കേണൽ PGC നായർ. അടുത്തതായി ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് കേണൽ RG നായരാണ്. അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഗോപാൽജി, സദസ്സും
വേദിയും അലങ്കരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തന്നെ ഞാൻ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചതിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ പരിമിതമായ സൈന്യത്തിലെ അറിവ് ഉപയോഗിച്ചുകൊണ്ടും ഞാൻ മാധ്യമങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞതും എൻ്റെ ദീർഘമായ 1962 മുതലുള്ള എൻ്റെ സൈന്യത്തിലെ എക്സ്പീരിയൻസ്, 62-ലാണ് ഞാൻ സൈനിക ഉദ്യോഗസ്ഥനായി പോകുന്നത്, അതും വച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ സംവാദത്തിനാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എനിക്കറിയുന്നിടത്തോളം ഞാൻ ഉത്തരം പറയാം. അതായത് ഇതിൽ ചില ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി മനസ്സിലാവും. അതായത് വാട്ട് വെർ ദ കീ ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റീസ് നോർമലി ഇൻവോൾവ് ഇൻ എക്സിക്യൂട്ടിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് സിന്ദൂർ ആൻഡ് ഹൗ വെർ ദ നാവിഗേറ്റഡ്. അതാണ് ആദ്യത്തെ. അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഇറ്റ്സ് എ ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ട് വരികയാണ്. അവിടെ അവിടുത്തെ സൈന്യത്തിൻ്റെ അധികാരി നേവി എയർഫോഴ്സ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് സഹകരിക്കാൻ വിമുഖത കാണിച്ചു എന്നാണ് അറിയുന്നത്. അത്രത്തോളം ആണ് പാകിസ്ഥാൻ്റെ ഉള്ളിലെ ഒരു സ്റ്റെബിലിറ്റി. ഹൗ ഡിഡ് ഇൻ്റർ ഏജൻസി കോർഡിനേഷൻ പ്ലേ എ റോൾ ഇൻ ദ സക്സസ് ഓഫ് ദ ഓപ്പറേഷൻ? വാട്ട് വിൽ ബി ദ ചലഞ്ചസ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അതായത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു അദൃശ്യമായ ഒരു ശക്തിയായിട്ട് നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്തതാണ് ശ്രീ അജിത് ഡോവൽ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് നമ്മൾ ആരും അറിയുന്നില്ല, പക്ഷേ ഇറ്റ് വാസ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് തീരുമാനിക്കുന്നത് ചെറിയ ലെവലിലല്ല. ദർ ഈസ് സംതിങ് നോൺ ആസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, highest level of consultancy or exchanging ideas. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ടായാൽ ഇതുവരെ പോകും. ബിക്കോസ് ദ ക്ലാഷ് ഈസ് ബിറ്റ്വീൻ 2 ന്യൂക്ലിയർ പവേഴ്സ്. ഇന്ത്യയും പാകിസ്ഥാനും ന്യൂക്ലിയർ പവേഴ്സാണ്. അത് മണ്ടത്തരം കാണിച്ച് അവരെങ്ങാനും എടുത്ത് വലിച്ചെറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം, ആഗോളതലത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അപ്പോൾ ഇതെല്ലാം വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും എല്ലാം കൂടിച്ചേരുന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. അജിത് ഡോവൽ ഉണ്ടാവും അതിനകത്ത്, പിന്നെ ഡിഫൻസ് സെക്രട്ടറി ഉണ്ടാവും, പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടാവും, പിന്നെ 3 സൈനിക തലവന്മാരുണ്ടാവും, പിന്നെ അതിൻ്റെ ക്രോഡീകരിക്കുന്ന കമ്പൈൻഡ് ചീഫ് ഓഫ് ഡിഫൻസ് സർവീസ് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. took decision to withdraw from IWT Indus Water Treaty. അതിൻ്റേതായ പ്രത്യാഘാതവും ഇതിലുണ്ടായിട്ടുണ്ട്. അത് നമ്മളാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് വലിയൊരു പ്രത്യാഘാതം. സൈൻഡ് ഇൻ 1960-ലാണ് അത് സൈൻ ചെയ്തത്. പിന്നെ ചൈന ഫാക്ട്. അപ്പോൾ ചൈന ഇടപെടുമോ എന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. കാരണം ഒരു സാറ്റലൈറ്റ് പോലെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ, ചൈനയുടെ ഒരു സാറ്റലൈറ്റ് പോലെയാണ് പാകിസ്ഥാൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ചൈനയുടെ എക്കോണമിയിൽ പാകിസ്ഥാൻ ഒരു റോള് പങ്കുവഹിക്കുന്നുണ്ട്. അതായത് ആയുധം വാങ്ങുന്നുണ്ട്, ചൈനീസ് ആയുധമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിങ്ങളെ മിക്ക ആളും ഇരിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളുടെയിലും ഒക്കെ കളിപ്പാട്ടങ്ങൾ ചൈന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് വളരെ കുറവാണ്, പെട്ടെന്ന് കേടുവരും. മനസ്സിലായില്ലേ? അപ്പോൾ ചൈനീസിൻ്റെ റിലയബിലിറ്റി ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് വെരി ഹൈ. അതേ സമയത്ത് നമ്മൾ ഇന്ത്യ ഈസ് വെരി ഗുഡ് ഇൻ കോപ്പിങ്. നമ്മൾ കോപ്പി അടിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഏത് സാധനം കിട്ടിയാലും അമേരിക്കയിൽ നിന്നോ എവിടെ നിന്ന് വന്നാലും വിത്തിൻ നോ ടൈം വി വിൽ റീക്രിയേറ്റ്. നമ്മൾ അതിനേക്കാൾ മെച്ചത്തിൽ സാധനം ഉണ്ടാക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് കാണിച്ച ബ്രഹ്മോസ്. തിരുവനന്തപുരത്ത് എൻ്റെ ഫാക്ടറി ഉണ്ട്, അതിൻ്റെ ഓഫീസ്, അതിൻ്റെ സിസ്റ്റമുണ്ട്. പലരും പറഞ്ഞില്ല, മാധ്യമങ്ങളോട് പറയാത്ത ഒരു കാര്യം ഇതിനകത്തുള്ള ISROയുടെ റോള്. ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ISRO has also taken a decisive role in this and in communication, satellite communication and so many other things. അത്രയും പ്രിസിഷനോട് കൂടിയാണ് 100 കണക്കിന് ഡ്രോൺസിനെ
നിഷ്ക്രിയമാക്കി പൗഡർ പോലെ താഴെ തട്ടിയിട്ട് അതിൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയും ടെക്നിക്കൽ പ്രിസിഷനും പ്രാക്ടിക്കൽ ആക്യുറസിയും വർത്ത് പ്രൈസിങ് ആൻഡ് അവർ ആംഡ് ഫോഴ്സസ്, അവർ എയർ ഫോഴ്സ് ആൻഡ് അവർ all the combined defense forces have done a fabulous job. പിന്നെ നിങ്ങളൊന്നും കാണാത്തൊരു കാര്യം ഞാൻ അതെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നേവിയുടെ പ്രസൻസ്. നേവിയിലൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. നേവി വാസ് ഓൺ ദ ഗേറ്റ്സ് ഓഫ് കറാച്ചി ആൻഡ് ഇൻ കേസ് ഓഫ് എ നെസസിറ്റി കറാച്ചി പോർട്ട് ഉണ്ടാവില്ല, അതുണ്ടാവത്തില്ല, അതവർക്കറിയാം. പിന്നെ ചൈന ഫാക്ടറി ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ 2016 അജിത് ഡോവൽജി 2016-19 പോലെ ആയിരിക്കില്ല 1925 ആണ് അന്ന് കോൺഫറൻസിൽ പറഞ്ഞതായി ഞാൻ അറിയുന്നത്. പഹൽഗാം എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന് ഒരുപക്ഷെ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയി മാറി. അവർ രാജ്യത്തിന് വേണ്ടി പട്ടാളക്കാരെ പോലെ അവരെയും ആദരിക്കേണ്ടതാണ്. അവരുടെ മരണം കാരണമാണ് ഇന്ന് നല്ല രീതിയിൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടിയത്. അവരുടെ സാക്രിഫൈസ് എന്നും ഈ രാജ്യത്തിന് വേണ്ടി ഒരു പട്ടാളക്കാരെ പോലെ തന്നെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. അവർ നിഷ്കളങ്കരായ ആളുകളായിരുന്നു, നിരായുധരായിരുന്നു. അവരെ വധിച്ച ഏറ്റവും വലിയ ഭീരുക്കളായിരുന്നു പാകിസ്ഥാനികൾ. അതിനുള്ള ഉരുളക്കുപ്പേര് പോലുള്ള ഉത്തരമാണ് നമ്മൾ കൊടുത്തത്. ഉദാഹരണത്തിന് നമ്മൾ അവർ സ്വപ്നത്തിൽ കൂടെ വിചാരിക്കാത്ത രീതിയിലാണ് നമ്മൾ അവരെ ഉപയോഗിച്ചത്. അവരുടെ പല സാമഗ്രികളും ചൈനയിൽ നിന്ന് വാങ്ങിയത് നിഷ്ക്രിയമാണ്, ഉപയോഗശൂന്യമാണ്. അവരുടെ ന്യൂക്ലിയർ ഒരു ബ്ലഫാണെന്നാണ് ഇപ്പോൾ ലോകം വിചാരിക്കുന്നത്. അവർ പേടിപ്പെടുത്താൻ വേണ്ടിയാണ് ന്യൂക്ലിയറിനെ പറ്റി പറയുന്നത്. ഡെലിവറി സിസ്റ്റം അവർ കൊണ്ടുവന്നുള്ള കാര്യം വളരെ സംശയാസ്പദമാണ്. അതേസമയത്ത് ഭാരതമാണെങ്കിൽ ചന്ദ്രനിൽ സാറ്റലൈറ്റ് അയച്ച രാജ്യമാണ്. അപ്പോൾ താരതമ്യപ്പെടുത്തുക അത്ര നല്ല ശരിയായ ഒരു താരതമ്യമായിരിക്കില്ല. ഭാരതം ഈസ് എമർജിങ് ആസ് എ സൂപ്പർ പവർ. പാകിസ്ഥാൻ ഈസ് ഡയല്യൂട്ടിങ് ഇറ്റ് സെൽഫ് ഫ്രം എ നേഷൻഹുഡ്. പൊളിറ്റിക്കലി ആയാലും അതുപോലെ തന്നെ മിലിറ്ററിലി ആയാലും അതുപോലെ അവരുടെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയാലും ഇന്ത്യയായിട്ട് യാതൊരു താരതമ്യവുമില്ല. 1971 യുദ്ധത്തിൽ ഞാൻ പാകിസ്ഥാനകത്തായിരുന്നു, വളരെ അകത്ത് പോയിരുന്നു. ബസന്തര ബാറ്റിലെ 100ഓളം പീരങ്കികൾ കൺട്രോൾ ചെയ്യുന്ന ഓഫീസറായിരുന്നു. ക്യാപ്റ്റൻ G3 ആയിരുന്നു. 54 ആർട്ടിലറി ബ്രിഗേഡിൻ്റെ ഇപ്പോൾ അങ്ങോട്ടുള്ള ബ്രിഗേഡ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഭാരതത്തിൻ്റെ ഡെവലപ്മെൻറ്റും പാകിസ്ഥാൻ്റെ ഡെവലപ്മെൻറ്റും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ ബാക്ക്വേർഡായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളാണ്. അവിടെ ഞങ്ങളുടെ പട്ടാളക്കാർ തന്നെ പോയിട്ട് അതിലെ ചെറിയ ചെറിയ വീടുകളും വില്ലേജുകളും, ഇപ്പുറത്താണെങ്കിൽ നല്ല കോൺക്രീറ്റ് ഹൗസസും റോഡ്സും എല്ലാത്തിലും ഒരു പ്രകടമായ വ്യത്യാസം കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ നൗ ISI ഹാഫിസ് സെയ്ദ് മറന്നോ, അസിം മുനീറിനെ was shivering. When he got Asim Munir was shivering. Rafale is roaring high up in air. അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ must have been snatched and we will snatch. No doubt, maybe in the days to come, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആസാദ് കാശ്മീർ, നമ്മുടെ കാശ്മീർ തിരിച്ചു പിടിച്ചിരിക്കും. ഇപ്പോൾ കേണൽ നായർ പറഞ്ഞതുമാതിരി അവിടെയുള്ള ആളുകൾ തന്നെ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ കൂടെ വരാനാണ്. അവരുടെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അവനെ പിടിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഇതിനകത്ത് ചൈനയുടെ ഇൻട്രസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ ബെൽറ്റ് റോഡ് പോകുന്നത് പാകിസ്ഥാൻ വഴിയാണ്. അത് ചൈനയ്ക്ക് വലിയ ഒരു ആഘാതമായി മാറും. ചൈനയുടെ എക്കണോമിക് ഡിസഡ്വാൻറ്റേജ് ഖാദർ പോർട്ടാണ് ബലൂചിസ്ഥാനിലുള്ളത്. ആ ബലൂചിസ്ഥാനിലെ പോർട്ട് കണക്ടിവിറ്റി കിട്ടാൻ ചൈന റോഡ് ഉണ്ടാക്കണു. ദാറ്റ് ഈസ് കളക്ടിങ് ദ എൻ്റയർ ഏഷ്യൻ കൺട്രീസാണ്. ആ ഒരു വലിയ അംബിഷൻ ചൈനയ്ക്കുണ്ട്. അതിന് ആഘാതം വരുമ്പോൾ ചൈന വിൽ നോട്ട് സിറ്റ് ക്വയറ്റ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അഹിംസ പരമോധർമ്മ എന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. വെൻ ഹിംസ ഈസ് ഇന്നവിറ്റബിൾ
when ahimsa fails. അതായത് ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ചരിത്രം നോക്കിയാൽ തന്നെ അഹിംസയിലല്ല, ഹിംസ ചെയ്യേണ്ടടുത്ത് അർജുൻ്റെ അടുത്ത് പറഞ്ഞു, ടേക്ക് അപ്പ് ആംസ് ആൻഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് യുവർ ഓൺ ബ്ലഡ്. അതാണ് നമ്മുടെ ധർമ്മം, അതാണ് ഒരു സോൾജിയറുടെ ധർമ്മം. ഇവരെ നമ്മുടെ ഭാഗമായിരുന്നാണ് ബ്രിട്ടീഷുകാരാണ് ഇവരെ നമ്മളിൽ നിന്ന് അടർത്ത് മാറ്റി അപ്പുറത്ത് കൊണ്ടുപോയി. അത് അവരുടെ ഒരു കുതന്ത്രമായിരുന്നു. ഒരു ഏഷ്യൻ രാജ്യങ്ങളിൽ ഭാരതത്തിനെ വീക്കാക്കാനായിട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പേ അവർ ചെയ്ത പണി. ഇന്ത്യ ഒന്നായിട്ടിരുന്നെങ്കിൽ ഇന്നും നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിംസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ നല്ല സന്തോഷമായിട്ടും സുഖമായിട്ടും ഈ രാജ്യത്ത് കഴിയുകയാണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കമ്പൈൻഡ് ആംഡ് ഫോഴ്സസ് ചീഫ് എല്ലാവരും കൂടെ ഒരു കോൺഫറൻസ് നടത്തി. ജനറൽ ത്രിവേദി, അജിത് ഡോവൽ, രാജ്നാഥ് സിംഗ് ജി, PM മോഡി, NIA ചീഫ്, BSF, CRPF ഇവരെല്ലാവരുടെയും കോൺഫറൻസിൽ ഒറ്റ സ്വരത്തിലാണ് ഇതിനുള്ള സാങ്ഷൻ കൊടുത്തത്. അത് ലൈറ്റനിങ് പോലെയാണ് ഇത് നടന്നത്. നമ്മളെല്ലാം TV കണ്ടതാണ്. അത് ഇത്രയും വലിയൊരു കേപ്പബിളായിട്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഭാരതം ഒരു സാധാരണ രാജ്യമല്ല, ഇറ്റ് ഈസ് എമർജിങ് സൂപ്പർ പവറാണ്. എക്കണോമിക്കലി ലോകത്ത് 3-ാമത് 4-ാമത് വരുന്ന രാജ്യമാണ്. ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ നമ്മൾ സർപ്ലസ് ആണ്. നമ്മുടെ റെയിൽവേ ലൈൻ ലോകത്തിലെ തന്നെ 2-ാമതോ 3-ാമതോ വരുന്നതാണ്. നമ്മുടെ സൈന്യം വളരെ സുശക്തമാണ്. നമ്മൾ എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കിയത് മാത്രമല്ല, നമ്മൾ എയർക്രാഫ്റ്റ് കാരിയർ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് യാതൊരു കാരണവശാലും താരതമ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ഈ ഒരു ഓപ്പറേഷനിൽ പാകിസ്ഥാനുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ചെറുതല്ല, വളരെ വലുതാണ്. അവരുടെ എയറോഡ്രാമുകളും മറ്റും ആദ്യമായി തന്നെ നമ്മുടെ പഹൽഗാവിൻ്റെ ഒരു ബദൽ എന്നുള്ള പോലെ അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ 9 അവരുടെ ഉഗ്രവാദികളുടെ അഡ്ഡകൾ കണ്ടുപിടിച്ച് ഭസ്മമാക്കി കംപ്ലീറ്റായിട്ട് നശിപ്പിച്ചിട്ട് വരാൻ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് ലോകത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു നേട്ടമാണ് ഭാരതത്തിനുണ്ടായത്. അതായിരുന്നു ആദ്യത്തെ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കൊടുത്തത് പാകിസ്ഥാന്. നമുക്ക് ചെയ്യാൻ കഴിയും, നീ തോണ്ടിയാൽ ഞാൻ നിൻ്റെ വേരറക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുന്ന് അവൻ ഒളിച്ചു വച്ചിരുന്ന എല്ലാ സാധനങ്ങളെയും അടുത്ത് ഭസ്മമാക്കി തിരിച്ചു വന്നു. അത് ചെറിയൊരു ഓപ്പറേഷൻ അല്ല. ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയും മറ്റുമൊക്കെ കേണൽ നായർമാർ 2 പേരും, സജി നായരും സജിക്കും കേണൽ സജിത്ത് എന്നതിന് കേണൽ നായർക്കും എനിക്കുമൊക്കെ അനുഭവമാണ്. ഞാൻ 1962 സൈന്യത്തിൽ ഓഫീസറായിട്ട് പോകുന്നത്. ചൈന അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പഠിത്തം വിട്ടിട്ട് ഫൈനൽ ഇയർ ആയിരിക്കുമ്പോൾ മാർച്ച് മാസത്തിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് യുദ്ധം ശരിക്കും കണ്ടിട്ടുള്ള ആളാണ്. യുദ്ധത്തിന് നമ്മുടെ സ്വന്തം ആളുകൾ, എൻ്റെ ഇമോഷൻസിൻ്റെ ബാലൻസ് പറയുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ 2-ാമത്തെ ദിവസം 1 മാസം മുമ്പ് അവിടെ വന്ന് എന്നെ പരിചയപ്പെട്ട ഒരു നരേന്ദ്രൻ മരിച്ചു, ക്യാപ്റ്റൻ, കാലിക്കട്ടുകാരൻ. അയാളുമായിട്ട് വലിയ പരിചയമില്ലായിരുന്നു, വരച്ച സങ്കടം തോന്നി. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ബാബു, ശശീന്ദ്ര ബാബു എന്ന് പറഞ്ഞ യങ് ക്യാപ്റ്റൻ, ഒരു 162 ഫീൽഡ് റെജിമെൻറ്റിലെ ക്യാപ്റ്റൻ, അവൻ വന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി. കാരണം ഇവൻ എൻ്റെ വീട്ടിലെ ഒരു വിസിറ്ററായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ചേട്ടാന്ന് വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നതാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു സോൾജിയറുടെ മനസ്സെന്ന് പറഞ്ഞത് ഇതാണ്. അതായത് പരിചയം കുറഞ്ഞ ആളിനെ കണ്ടപ്പോൾ അയാൾ മരിച്ചപ്പോൾ എനിക്ക് ആ ദുഃഖം ഉണ്ടായില്ല. പക്ഷേ പരിചയം അടുപ്പം കൂടിയ ആൾ വന്നപ്പോഴത്തേക്കും ഞാൻ അറിയാതെ കരഞ്ഞുപോയി. യുദ്ധത്തിൻ്റെ സമയത്ത് ഫയർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഡെഡ് ബോയ് ഉണ്ടായിരുന്നത്, ബാബുവിൻ്റെ. ഇപ്പോഴും മുഖത്ത് വരികയാണ്. ഇറ്റ്സ് എ ഗുഡ് ബാസ്കറ്റ് പ്ലെയർ ബാബു. അപ്പോൾ ഇതൊരു പട്ടാളക്കാരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിചാരം നമുക്ക് ഇമോഷൻസ് ഇല്ലാന്നൊന്നും. നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. പക്ഷേ രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഫാമിലി, നമ്മുടെ ലൈഫ് ഒന്നും നമുക്ക് വലിയ കാര്യമല്ല. Indian army is strong enough to give you enough protection. Don't worry, you will be safe in India because Indian Air Force, Indian Army, Indian Navy, അതിലൊക്കെ നമ്മുടെ R&D, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി. ഇനി എനിക്ക് വലിയ കാര്യമായിട്ട് ഞാനിത് ഉപസംഹരിക്കുന്നതിന് മുമ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, this has been a golden opportunity given to us by Pakistan in selling our arms to the world.
Now BrahMosനിപ്പം ഡിമാൻഡ് കൂടിയിരിക്കുന്നുണ്ട്. Thailand is asking for BrahMos, and many countries in the world are going to buy arms from us, will sell arms and make India a flourishing nation. With these words, I conclude. Thank you. Thank you very much. താങ്ക് യു സർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നമ്മോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഇതാണ്: ഇന്ത്യൻ ആയുധങ്ങളുടെ കാര്യക്ഷമത, അതിൻ്റെ വിപണിയിലെ മത്സരക്ഷമത അതെല്ലാം തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അടുത്തതായി ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് കേണൽ സജു കൃഷ്ണനാണ്. സ്വാഗതം. യോഗാധ്യക്ഷൻ ഗോപാൽജി, സുഗതൻജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ പേരിലും അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തിൻ്റെ പേരിലും നമസ്കാരം. ഞാൻ ഇന്നത്തെ ഈ ഡിസ്കഷനിൽ പല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പല വശങ്ങളെപ്പറ്റിയും എനിക്ക് മുമ്പേ സംസാരിച്ച പ്രാസംഗികർ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അവരാരും ടച്ച് ചെയ്യാത്ത 1-2 ടോപ്പിക്സ് ടച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട് പാകിസ്ഥാൻ ഒരു റോഗ് സ്റ്റേറ്റാണ്. റോഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടമ്പി നേഷൻ. അത് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്, റോഗ് നേഷൻ. അപ്പം ഇവർ ജനീവ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നില്ല. കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് എന്തും ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രവും ടെററിസ്റ്റുകളെ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ ഭീകരവാദം പരത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കാറില്ല. ലോകത്തിൽ ഒരേ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ചൈന കൂടെ കാണാം, ഇവർ മാത്രമേ ഉള്ളൂ ഈ ഭീകരവാദത്തെ പരിപോഷിപ്പിച്ച് ശത്രു രാജ്യത്തെ അധപതിപ്പിക്കാനായി പരിശ്രമിക്കുന്നത്. പിന്നെ ഇവർ യുദ്ധത്തിൽ യാതൊരു വിധം ആയ ജനീവ കൺവെൻഷൻ്റെ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ ഒരു ഓഫീസർ ലെഫ്റ്റനൻറ്റ് കാലിയെ പിടിച്ചെടുത്തതിന് ശേഷം ഇവർ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബോഡി തിരികെ തന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ്, കൈ എല്ലാം ചൂഴ്ന്നെടുത്തിരുന്നു. അങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ സോൾജിയേഴ്സിൻ്റെ ഡീൽ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഈ രാഷ്ട്രം അവരുടെ കഴിവുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കാൻ, നമ്മളെ ജയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചില്ല. അവർ 4 യുദ്ധം ചെയ്തു. ഏതൊക്കെയാണ്? 47, 65, 71, പിന്നെ കാർഗിൽ വാർ. ഈ 4 യുദ്ധത്തിലും അവർക്ക് ഒരു വിക്ടറിയും നേടിയെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇവർ നമ്മളെ ബ്ലീഡ് ചെയ്യിക്കാനായിട്ട്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ 1000 cuts ആൻഡ് ബ്ലീഡ് ഇന്ത്യ ടു ഡെത്ത് എന്നാണ്. 1000 മുറിവുകൾ ഉണ്ടാക്കി ചെറുതായി ഇന്ത്യയെ അധപ്പതിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ടാക്ടിക്സ്. അതുകൊണ്ട് അവർ ഈ ടെററിസവും ഇവിടെ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ കാശ്മീരിലുള്ള കുറേ സഹോദരങ്ങൾ മിസ്ഗൈഡഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ മതത്തിൻ്റെ പേരിൽ ഇവരുടെ വാക്കുകൾ വന്ന് അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോബ, അങ്ങനെ കുറേ അധികം ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അവർ ഫണ്ട് ചെയ്ത് അവരുടെ രാഷ്ട്രത്തിൽ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ഇന്ത്യയിലോട്ട് അയക്കുകയാണ്. അപ്പോൾ ഇവർ നമുക്കെതിരെ പല പ്രാവശ്യവും ഫോർ എക്സാമ്പിൾ 2001 ജെയ്ഷെ മുഹമ്മദ് അറ്റാക്ക് ചെയ്തിരുന്നു നമ്മുടെ പാർലമെൻറ്റ്. ഇന്ത്യയുടെ ഡെമോക്രസിയുടെ എപ്പിറ്റോമായ നമ്മുടെ ഡൽഹി പാർലമെൻറ്റ് ബിൽഡിങ്ങിൽ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് നമ്മളൊന്നും ചെയ്തില്ല.
നമ്മൾ അപ്പോഴും അമൻക ആശ എന്ന് പറഞ്ഞാൽ പീസിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ പെഹൽഗാം, പുൽവാമ ഉണ്ടായി. എന്നിട്ടും നമ്മളൊന്നും ചെയ്തില്ല. നമ്മുടെ മോഡിജി പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം 2 സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ അതെല്ലാം ബോർഡറിന് അടുത്തായിരുന്നു. അപ്പം ഈ കാര്യം കൊണ്ട് ഇവരെന്താ വിചാരിച്ചത്, നമ്മുടെ ഇന്ത്യയുടെ റിയാക്ഷൻ എന്ന് പറയുന്നതും ബോർഡറിന് അടുത്തുള്ള റിയാക്ഷൻസ് ആയിരിക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് എല്ലാ ക്യാമ്പും ക്ലോസ് ചെയ്ത് പിറകോട്ട് വലിഞ്ഞു. ഒരു 80 കിലോമീറ്റർ 90 കിലോമീറ്റർ പിറകെ അവർ മാറിക്കഴിഞ്ഞു. പക്ഷേ നമ്മുടെ സാറ്റലൈറ്റുകൾക്ക് ഇവരുടെ എക്സാക്റ്റ് ആയിട്ടുള്ള എല്ലാ ലൊക്കേഷനും പിൻ പോയിൻ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ 9 കേന്ദ്രങ്ങളിലും മിസൈൽ അയച്ച് ഇവരെ ഡിസ്ട്രോയ് ചെയ്തത്. ഇപ്പോൾ ഈ ഓപ്പറേഷനിൽ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റായിട്ട് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും മിസൈൽ അയക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ രാത്രി 1 മണിക്കും 1:30ക്കും ഇടയ്ക്കാണ്. എന്തുകൊണ്ട്? ബാക്കി സിവിലിയൻ ആക്ടിവിറ്റീസ് ഉണ്ടാകാൻ പാടില്ല. സിവിലിയൻസിനെ ബാക്കിയുള്ള അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളുടെയൊക്കെ കാഷ്വാലിറ്റീസ് അവോയ്ഡ് ചെയ്യുക. ആ ക്യാമ്പിലുള്ളവർക്ക് മാത്രം ആ പണിഷ്മെൻറ്റ് കിട്ടുക. അതിനുവേണ്ടിയാണ് നമ്മൾ രാത്രി ഈ സമയം എടുത്തത്. അല്ലാതെ പിന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു അവരുടെ മോസ്കിലെ നമ്മൾ ഇത് ചെയ്തു എന്ന്, ഡിസ്ട്രോയ് ചെയ്തു എന്ന്. അങ്ങനെയല്ല, ഇവരുടെ ക്യാമ്പുകളുടെ കൂടെ തന്നെ ഒരു മോസ്കോ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു ബോംബോ മിസൈലോ വീഴുമ്പോൾ അതിന് വേർതിരിച്ചറിയാൻ പറ്റില്ല, ഇത് ഇവർ ടെററിസ്റ്റാണ് അല്ലെങ്കിൽ ഇത് മോസ്കാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ടെററിസ്റ്റ് ക്യാമ്പിനകത്ത് മോസ്ക് ഉണ്ടാവുമെങ്കിൽ അത് ഡിസ്ട്രോയ് ആവും. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ഈ റിയാക്ഷൻ കൊണ്ട് പാകിസ്ഥാൻ അതിൻ്റെ റിയാക്ഷൻസ് എസ്കലേറ്റ് ചെയ്തു. അവർ നമ്മുടെ ബോർഡർ വില്ലേജസ് പൂഞ്ച്, ബാർമേർ, ഗെയ്സൽമേർ, രാജസ്ഥാനിലുള്ള ബോർഡർ വില്ലേജസിലെല്ലാം ആർട്ടിലറി കൊണ്ട് ഫയർ ചെയ്തു. JNK മുഴുക്ക ഫയറിംഗ് ഉണ്ടായി. അതിൽ 100 കണക്കിന് സിവിലിയൻസിന് ജീവനും നഷ്ടപ്പെട്ടു, കാഷ്വാലിറ്റിയുമായി. അങ്ങനെ അതല്ലാതെ തന്നെ ഇവർ മിസൈൽ അയച്ചു. എവിടേക്ക് അയച്ചു? ഗോൾഡൻ ടെമ്പിൾ. എന്തെന്ന് വെച്ചാൽ എന്തിനാ ഗോൾഡൻ ടെമ്പിൾ അയച്ചത്? ഇവിടെ വർഗീയതകൾ ഉണ്ടാക്കാൻ, സിഖുകാരും ഹിന്ദുക്കളും തമ്മിലുള്ള വഴക്കുണ്ടാക്കാനായിട്ട്. വൈഷ്ണവദേവി അവിടേക്ക് മിസൈൽ അയച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലേക്കും അവരൊരു ഷാഹീൻ എന്നൊരു അവരുടെ ഒരു മിസൈലുണ്ട്, ബാലിസ്റ്റിക് മിസൈൽ, അതയച്ചു. പക്ഷേ അത് നമ്മൾ വെടിവെച്ചിട്ടു. ഇവരുടെ എല്ലാ ഡ്രോൺ അറ്റാക്കും എല്ലാ മിസൈൽ അറ്റാക്കും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് അവരെ എല്ലാത്തിനെയും വെടിവെച്ചിട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഫേസ്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാമത്തെ ഫേസ് തുടങ്ങിയത്. അതിലാണ് നമ്മുടെ എല്ലാ മിസൈൽസും ഡ്രോണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാകിസ്ഥാൻ്റെ 11 എയർഫീൽഡ്സ് സ്ട്രൈക്ക് ചെയ്തു. ഈ 11 മിസൈൽ സ്ട്രൈക്ക് ചെയ്തത് ഇവർ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് വളരെ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ചെയ്തത്. പണ്ടൊക്കെ എല്ലാം ബോർഡറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം പാകിസ്ഥാൻ്റെ ഉള്ളിൽ 300 കിലോമീറ്റർ 400 കിലോമീറ്റർ ദൂരത്തിലാണ് ഇതെല്ലാം സ്ട്രൈക്ക് ചെയ്തത്, ഈ എയർഫീൽഡ്സ് എല്ലാം. അപ്പോൾ അത് നാം ലോകത്തോട് കാണിച്ചു കൊടുത്ത എന്താണ്, നമ്മൾ വിചാരിച്ചാൽ പാകിസ്ഥാൻ്റെ ഏത് മൂലയിലും മിസൈലും റോക്കറ്റും ബോംബും ഒക്കെ അയക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഈ ഓപ്പറേഷനെ പറ്റി ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് നോക്കാം ഓപ്പറേഷൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ
ഇൻ്റലിജൻസ് അക്വിസിഷൻ. ഏത് യുദ്ധം ജയിക്കണമെങ്കിൽ എനിമിയെ പറ്റി അല്ലെങ്കിൽ ശത്രുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണം. ഒരു ഡീറ്റെയിൽസ് ഇല്ലാതെ ഒരു യുദ്ധത്തിനും പ്ലാനിങ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സുൻസു എന്നൊരു ചൈനീസ് സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എനിമിയെ പറ്റിയും നമ്മളെ പറ്റിയും നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ, നമ്മുടെ സ്ട്രെങ്തിനെ പറ്റിയും നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ എല്ലാ യുദ്ധവും ഫെയിലിയറായിരിക്കും. നമ്മളെപ്പറ്റി അറിയാം, എനിമിയെ പറ്റി അറിഞ്ഞുകൂടെങ്കിൽ ഓരോ വിക്ടറിക്കും ഓരോ ഫെയിലിയറും കൂടെ കാണും. പക്ഷേ if you know about enemy and know about you, you need not fear the result of 100 battles. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇൻ്റലിജൻസിന് വേണ്ടിയുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ടെററിസ്റ്റ് ക്യാമ്പുകളുടെ ഡീറ്റെയിൽസ്, അവരുടെ എയർഫീൽഡ്സിൻ്റെ ഡീറ്റെയിൽസ്, ഈവൻ ടു ദി എക്സ്റ്റെൻറ്റ് ഇവരെവിടെയാണ് അവരുടെ ആയുധങ്ങൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നത്, കിരാനയിലും മറ്റും ന്യൂക്ലിയർ ആയുധങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ എടുത്ത് നമ്മുടെ ആർമിക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ റോയും ഇൻ്റലിജൻസ് ഏജൻസീസും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തത്. പിന്നെ നമ്മുടെ കേണൽ സാബ് പറഞ്ഞതുപോലെ നമ്മുടെ ISRO did a very excellent work in getting the pictures, locations and pictures of the enemy area. അതെങ്ങനെ സാധിച്ചു? അത് നമുക്ക് നമ്മുടെ റിസാറ്റ്, പിന്നെ കാർട്ടോസാറ്റ് എന്ന് പറഞ്ഞ കുറേ സീരീസ് ഓഫ് സാറ്റലൈറ്റ്സ് നമ്മൾ ഇതിനു മുമ്പേ അയച്ചിരുന്നു. മാത്രമല്ല നമുക്ക് USA ഉണ്ടായിരുന്ന USA GPS സിസ്റ്റം ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ കാറിലൊക്കെ വച്ചിരിക്കുന്ന GPS സിസ്റ്റം പോലെ ഇന്ത്യയിലെ ഒരു നാവിക് എന്ന് ഒരു നാവിഗേഷൻ സിസ്റ്റം നമ്മൾ ഈ സാറ്റലൈറ്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇന്ത്യക്ക് നാവിഗേഷൻ ചെയ്യാനോ ഏരിയ ലൊക്കേഷൻ ചെയ്യാനോ ആരുടെയും ഒരു സഹായവും ആവശ്യമില്ല. പണ്ട് നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്ത് അമേരിക്കൻസ് റെഫ്യൂസ് ടു ഗിവ് ലൊക്കേഷൻ പാകിസ്ഥാൻ്റെ ലൊക്കേഷൻസും പാകിസ്ഥാൻ്റെ ഡീറ്റെയിൽസും മാപ്സും ഒക്കെ തരാനായിട്ട്, എയർ ഫോട്ടോസും ഒക്കെ തരാനായിട്ട് അവർ റെഫ്യൂസ് ചെയ്തു. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല, നമ്മൾ സെൽഫ് സഫിഷ്യൻ്റാണ്. അത് താങ്ക്സ് ടു ISRO. പിന്നെ ഇന്ത്യയുടെ വെപ്പൺസ്, ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് all types of missiles, strategic missiles. പൃഥ്വി സീരീസിലുണ്ട്, പൃഥ്വി 1, പൃഥ്വി 2, പൃഥ്വി 3 എന്ന് വെച്ചിട്ട്. അഗ്നി സീരീസ് മിസൈൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇസ്രായേലുമായി ചേർന്ന് വേറെ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് പോകണ്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും അനുഭവത്തോടെ ഇസ്രായേലുമായിട്ട് ചേർന്ന് ബാരക് മിസൈൽസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇൻഡിജിനിയസ് ആയിട്ട് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള മിസൈൽസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തു. പിന്നെ എയർ ഡിഫൻസ്, ഇപ്പോൾ ഉള്ള മോഡേൺ യുദ്ധങ്ങളിൽ എയർ ഡിഫൻസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഏത് മോഡേൺ ആയിട്ടുള്ള യുദ്ധം എടുക്കുകയാണെങ്കിലും എയർ ഫോഴ്സ് ഹാസ് ഗോട്ട് എ മേജർ റോൾ. അവരുടെ ആദ്യത്തെ പ്രഹരം ആ രാജ്യത്തെ സ്തംഭിപ്പിക്കും. അതുകൊണ്ട് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നല്ലതായിട്ട് വേണം. എപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുമ്പോൾ നമ്മളിപ്പം കേൾക്കാറുണ്ട്, ഇസ്രായേലിൻ്റെ എന്താ പേര് അതിൻ്റെ എയർ ഡോം, അയൺ ഡോം ഉണ്ട്. അപ്പോൾ അതുപോലെ കേപ്പബിളായോ അതിനേക്കാളും കേപ്പബിളായോ നമ്മളൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേരാണ് ആകാശ് തീർ. അപ്പം നമ്മൾ ഈ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളെയും മിസൈൽസിനും ഒക്കെ വെടിവെച്ചിട്ടത് S-400 റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, ഡെഫിനറ്റായിട്ടും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ആകാശ് തീറിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഫുൾ ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്.
അപ്പോൾ ആകാശ് തീർ ഈസ് നമ്മുടെ S-400 പോലെ തന്നെ കോമ്പറ്റൻ്റ് ആണ്. എസ്പെഷ്യലി ഷോർട്ട് റേഞ്ച് മിസൈൽസിനെ പ്രതിരോധിക്കാൻ ആകാശ് തീർ വളരെ മിടുക്കനായിരുന്നു. ദെൻ നമ്മുടെ ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് നമ്മളെ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഒരു ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അത് നമ്മൾ യുദ്ധത്തിൽ ടെസ്റ്റ് ചെയ്തു. 100% സക്സസ്ഫുൾ ആയിരുന്നു അത്. അതുകൊണ്ടാണ് എല്ലാ ഡ്രോണുകളെയും വെടിവെച്ച് ഒരു ഡ്രോൺ പോലും ടാർഗറ്റിലെത്താതെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞത്. ഇനി പിന്നെ ചൈനീസ് മിസൈൽസും എയർക്രാഫ്റ്റ്സും. ചൈനീസ് മിസൈൽസ് PL-15 ലോകം മുഴുക്കെ ഒരു സീക്രട്ട് വെപ്പണായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അവരെന്താ പറഞ്ഞത്? ചൈനീസ് PL-15 എതിരില്ല. പക്ഷേ ഇവിടെ PL-15 എല്ലാം ഒരെണ്ണം പോലും ടാർഗറ്റിലെത്താതെ നമ്മൾ വെടിവെച്ചിട്ടു. ചിലത് ഫെയിലിയറായിട്ട് മിസൈലോട് താഴെ വീഴുന്നു. അപ്പോൾ അതിൻ്റെ ചൈനീസ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫക്ട്സ് ലോകം മുഴുക്ക മനസ്സിലാക്കി. പിന്നെ ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് HQ-9. HQ-9 HQ-19 ഉണ്ട്. അതാണ് ലേറ്റസ്റ്റ്. അപ്പോൾ ഈ HQ-9 HQ-19 അസമർത്ഥമായി. പാകിസ്ഥാനിലെ ലാഹോറിൽ അവരുടെ HQ-9 ആണ് ഡിപ്ലോയ് ചെയ്തിരുന്നത്. പക്ഷേ HQ-9 ആണ് ഡിപ്ലോയ് ചെയ്തിരുന്നത്. പക്ഷേ HQ-9 കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ നമ്മുടെ ഡ്രോണുകൾക്ക് സാധിച്ചു. ദെൻ പിന്നെ അടുത്ത ഒരു ടെൻഡൻസി നമ്മൾ കണ്ടത്, നമ്മൾ ഈ സിന്ദൂർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യക്കെതിരെ നമ്മുടെ ടർക്കി, ആസർബൈജാൻ, പിന്നെ ചൈന ഇവരെല്ലാം ഒരു ഗ്രൂപ്പായി. അപ്പം ഇതൊരു പുതിയ ടെൻഡൻസിയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ വളരെ വലിയ ഒരു ചേഞ്ചസ് തന്നെ ഉണ്ടാവും. ടർക്കിയെ പാഠം പഠിപ്പിക്കാനായിട്ട് ഓൾറെഡി നമ്മൾ ടർക്കിഷ് കമ്പനീസിനെയൊക്കെ അവരുടെ കോൺട്രാക്റ്റിലെല്ലാം റദ്ദ് ചെയ്ത് കഴിഞ്ഞു. ടർക്കിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആപ്പിൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാം ഇന്ത്യക്കാർ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടല്ല, നമ്മുടെ വ്യാപാരികൾ തന്നെ അതിനെ വേണ്ടെന്ന് വെച്ചു. അത് എത്രയോ ക്രോർസ് ഓഫ് റുപ്പീസിലാണ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നത്. അത് ക്യാൻസൽ ചെയ്തു. ടർക്കിയിൽ ടൂറിസം ടർക്കിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി യാത്രക്കാർ പോകുമായിരുന്നു. നമ്മുടെ ട്രാവൽ ഏജൻറ്റ്സ് റദ്ദ് ചെയ്തു. അങ്ങനെ ടർക്കിക്കെതിരെ നമ്മളാൽ കഴിയുന്ന എല്ലാവിധ റൈറ്റ്ഫുൾ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരുമായിട്ടുള്ള കോപ്പറേഷൻ ഇല്ലായ്മ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ടർക്കിയുടെ കുറച്ച് എതിർപ്പുള്ള കൺട്രീസ് ഉണ്ട് ടർക്കിക്ക് ചുറ്റും. ഒന്ന് ഗ്രീസാണ്, ഒന്ന് ഗ്രീസാണ്, അർമേനിയയാണ്. അപ്പോൾ ഈ ഗ്രീസിനും അർമേനിയയ്ക്കുമൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ടർക്കിയെ ടർക്കിയെ ഇൻ്റർനാഷണലി ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഫോറിൻ പോളിസിയിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ചൈനയുടെയും US-ഉം റോള്, ചൈനയും US-ൻ്റെയും റോൾ ഇപ്പം ഈ സിന്ദൂർ വഴി നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കുകയാണ്. US-ഉം ചൈനയും ആരുടെയും ഫ്രണ്ടല്ല. അവരുടെ കാര്യം കാണാൻ വേണ്ടി ആരുടെ കാലും പിടിക്കും, ആരെയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രീസിനെയും അവർ ശരിക്കുള്ള സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഫോറിൻ പോളിസിയിൽ നമ്മൾ ഇവരുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കുകയും പുതിയ പോളിസീസും
രീതികളുമൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത് ഈ വാറിൽ ഏറ്റവും വളരെ ഒരു ഹൈലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഡിസെപ്ഷൻ. നമ്മുടെ പാകിസ്ഥാൻ കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റാഫേലിനെ വെടിവെച്ചിട്ടു, നമ്മുടെ മിറാജിനെ വെടിവെച്ചിട്ടു, 6 എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു, 8 എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ ഡിസെപ്ഷന് വേണ്ടി റാഫേലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഉള്ള സെയിം ഡമ്മി എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കി പറപ്പിച്ചു. അപ്പോൾ അതിന് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് അതിൻ്റെ റഡാർ സിഗ്നേച്ചറും ശരിക്കുള്ള റാഫേലിനെ പോലെ ആയിരിക്കും. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ റഡാർസ് എല്ലാം ഓൺ ചെയ്ത് അവരതിനെ എൻഗേജ് ചെയ്തു. അപ്പം ഈ റഡാർസ് ഓൺ ചെയ്തതോടുകൂടി അവരുടെ റഡാർസിൻ്റെയൊക്കെ ലൊക്കേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ക്ലിയർ ആയിട്ട് സ്പോട്ട് ചെയ്ത് ഡ്രോൺ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഏത് യുദ്ധത്തിലും ഡിസെപ്ഷൻ, എനിമിയെ പറ്റിക്കുക എന്നുള്ള ടെക്നിക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രയോഗിച്ചു. പിന്നെ ഇൻഡസ് ട്രീറ്റി സാർ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡസ് വെള്ളം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് പാകിസ്ഥാൻ്റെ ടെയിൽ ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വെള്ളവും പ്രധാനമന്ത്രി പറഞ്ഞ പോലെ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകത്തില്ല. അതുകൊണ്ട് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തത് നമ്മുടെ ഫോറിൻ പോളിസിയിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ്. ഇതല്ലാതെ നമ്മുടെ ചില ഇൻ്റർനാഷണൽ ബോഡീസ് ലൈക്ക് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, UN, ഇങ്ങനെ ഇവരുടെയൊക്കെ ശരിക്കുള്ള നിറം നമ്മളിപ്പം കണ്ടു. അവരാരുടെയും ഫ്രണ്ടല്ല. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇത്രയും പ്രോബ്ലംസ് പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടും അവർക്ക് ലോൺ കൊടുത്തു. നമ്മുടെ അപ്പീൽസിനൊന്നും യാതൊരു വിലയും കൽപ്പിച്ചില്ല. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് ആര്, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആര് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഹൊറൈസണിൽ വന്നു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഉണ്ടാക്കിയ ഹൈലൈറ്റ്സ്. അപ്പോൾ ഈ സമയം വളരെ കുറഞ്ഞതായതുകൊണ്ട് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. താങ്ക് യു. താങ്ക് യു സർ. എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. കാരണം എല്ലാവരും സമയക്രമം പാലിച്ചു. ഇനി ഓഡിയൻസിൽ നിന്നുള്ള 1-2 ചോദ്യങ്ങൾ നമുക്കാവും. ആസാദ് കാശ്മീരിലെ ജനങ്ങൾ അസംതൃപ്തരാണ്, ഇന്ത്യയോട് ചേരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നിവിടെ പറയുന്നത് കേട്ടു. അത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ മനസ്സിലാക്കിയത്? നമുക്കൊരു ലോ ഉണ്ട്, റിസർച്ച് ആൻഡ് അനാലിസിസ് രാജ്യാന്തര രഹസ്യ അന്വേഷണ വിഭാഗം. അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഒരു വിശദീകരണം വേണം. പോയിന്റ് സാറിന് മനസ്സിലായത് പാക് അധിനിവേശ കാശ്മീർ, ആസാദ് കാശ്മീരിലെ ജനങ്ങൾ അസംതൃപ്തരാണ്. അവരുടെ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് അതായത് കാശ്മീർ, നമ്മുടെ കയ്യിലുള്ള കാശ്മീരും പാകിസ്ഥാന്റെ കയ്യിലുള്ള കാശ്മീരും തമ്മിൽ ഉള്ള ഡെവലപ്മെന്റിന് ആകാശത്തിനും ഭൂമിയിലുള്ള വ്യത്യാസമുണ്ട്. അവിടുത്തെ റോഡുകൾ, അവിടുത്തെ നമ്മളിപ്പോ ലേ വരെ നമുക്ക് എത്രയോ 1.5 കിലോമീറ്റർ ദൂരമുള്ള ടണലുകൾ വരുന്നുണ്ട്. പേരടക്കം മാറുന്ന വയസ്സ് 85 നമ്മൾ അതിപ്പോ പോയിട്ടുണ്ട്, പേര് ഓർമ്മയില്ല. അങ്ങനെയുള്ള ഡെവലപ്മെന്റ് ഈ സൈഡ് നടക്കുമ്പോൾ മറു സൈഡില് ഇതിന്റെ വളരെ വളരെ ലോ ഡെവലപ്മെന്റ് ആണ് ഇവിടെ. അപ്പൊ അവിടെയുള്ള ആളുകൾ തന്നെ ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നിരുന്നെങ്കിൽ കുറെ കൂടെ നന്നാവുമെന്ന്. പേടിക്കണ്ട, അടുത്ത കാലത്ത് തന്നെ ഒരു പക്ഷേ ഇന്ത്യ അത് പിടിച്ചെടുത്തു എന്ന് ഞാൻ വേറെ ചോദ്യങ്ങളുണ്ടോ? വളരെ
അറിവ് പകരുന്ന ഒരു സെഷനായിരുന്നു. പാനലിസ്റ്റുകളെല്ലാം പരിചയസമ്പന്നരായിരുന്നു, കൃത്യമായ സമയക്രമം പാലിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. 2 കാര്യങ്ങൾ കൂടി. അതിലൊന്ന്, രാജ്യത്തിനകത്തെ പാകിസ്ഥാനികളെ കൂടി നിശബ്ദരാക്കിയ ഒരു ഓപ്പറേഷൻ കൂടിയാണ്. കാരണം പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തവണ ഞങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്നൊരാൾ ചോദിച്ചല്ലോ. അതിന് എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ഉത്തരം ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു വേർഷൻ ഞാൻ കേൾക്കുന്നത്. ഒരു പക്ഷേ അതുതന്നെ ആയിരിക്കാം. ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടവരാരും തന്നെ അങ്ങനെ ഒരു വേർഷൻ പറഞ്ഞിരുന്നില്ല. ഇന്ത്യ അത് പുറത്തുവിടാത്തതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്തായാലും ഇനി പാകിസ്ഥാൻ പറയുന്നത് 6 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ്. ഇനി 6 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും നമ്മുടെ ഈ ഓപ്പറേഷൻ വിജയകരമാണ്. അത്രമാത്രം കനത്ത നഷ്ടങ്ങൾ. കാരണം ഈ പാകിസ്ഥാൻ എത്രമാത്രം പ്രകോപിപ്പിച്ചാലും അങ്ങോട്ട് ആക്രമിക്കാൻ ധൈര്യമില്ലായിരുന്നവർ ഭരിച്ചിരുന്ന ഉണ്ട്. അവരാണ് ഇന്ന് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് അന്താരാഷ്ട്ര പ്രതികരണങ്ങളാണ്. നമ്മളെല്ലാ രാജ്യങ്ങളിലേക്കുമൊക്കെ ഡെലിഗേഷനൊക്കെ അയച്ചു, ശരി തന്നെയാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക ആദ്യമൊക്കെ നിങ്ങൾ അടിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഒരു മീഡിയേറ്ററുടെ നിലയിലേക്ക് വന്നു. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് ഈ യൂറോപ്യൻസ് എല്ലാവരും കൂടെ റഷ്യയെ ഈ ഉപരോധങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തയ്യാറായി. ആ റഷ്യ പോലും വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ഔപചാരികമായ ഒരു നിലപാടാണ് എടുത്തത് ഈ കാര്യത്തിൽ. ഒരു പക്ഷേ അനൗപചാരികമായി അവർ ഇന്ത്യയെ പിന്തുണച്ചേക്കാം. ഈ അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഇന്ത്യ പാകിസ്ഥാനെ ഇങ്ങനെ കയറി അടിക്കുന്നത് ഈ ലോകരാജ്യങ്ങൾക്കും നമ്മൾ കരുതുന്ന പോലെ അത്ര ഇഷ്ടമൊന്നുമില്ല. ഇസ്രായേൽ ഉറപ്പിച്ചവർ പറഞ്ഞു നമ്മോടൊപ്പം ആണ്. എന്നാൽ ആ ഇസ്രായേലിനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ചത് എന്ന് ഓർക്കണം. അത് വേറെ കാര്യം. പക്ഷേ എന്തായാലും ഇസ്രായേൽ നമ്മോടൊപ്പം ഉറച്ചു നിന്നു, ഫ്രാൻസും നമ്മോടൊപ്പം ഉറച്ചു നിന്നു. പക്ഷേ മറ്റെല്ലാ രാജ്യങ്ങളും ഔപചാരികമായ നിലപാടുകൾ മാത്രമാണ് സ്വീകരിച്ചത്. ഇതിൻ്റെ അർത്ഥം ഇവരാർക്കും നമ്മൾ അടിച്ചത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല അവരൊന്നും പറയാത്തത്. ഇന്ത്യ ശക്തിശാലിയായ രാഷ്ട്രമാണ് ഇന്ന് ലോകത്തിന് ബോധ്യം വന്നതുകൊണ്ടാണ് അവർ ഇന്ത്യ എതിർക്കാത്തത്. അല്ലെങ്കിൽ അതിനു മുമ്പ് ഇത് പാടില്ല, നിർത്തണമെന്നൊക്കെ തിട്ടൂരവുമായി രാഷ്ട്രങ്ങൾ വന്നേനെ. കാരണം ഈ ശക്തിയാണ് നമ്മുടെ കരുത്ത്. ഈ ശക്തി നിലനിർത്തുന്നതിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഒരു സിവിൽ സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഐക്യം ഉച്ചനീചത്വങ്ങളില്ലാതെ, വേർതിരിവുകളില്ലാതെ ഐക്യത്തോടുകൂടി രാഷ്ട്രത്തോടൊപ്പം നിലനിൽക്കുക എന്നതാണ് പ്രധാനം. വളരെയധികം നന്ദി. എല്ലാം വളരെയധികം സർവീസുള്ള സീനിയർ ഓഫീസേഴ്സാണ് നമ്മോടൊപ്പം ഉള്ളത്. അവർക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ഒന്നുചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആദരണ സഭയാണ്. വിവിധവും വ്യത്യസ്തവും കലാപരവും സാമൂഹ്യപരവും ആധ്യാത്മികപരവുമായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങാണ്. അതിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചോളൂ. കിഷോർ മോഹൻ മുണ്ടയ്ക്കൽ ദേവസ്ഥാനം മഠാധിപതിയും താന്ത്രിക വിശാരദനുമാണ്. കോട്ടയം പൊൻകുന്നത്ത് ചാത്തൻ സ്വാമിയുടെ ഉപാസകനും കാര്യദർശിയുമാണ്. കിഷോർ മോഹനെ വളരെ ആദരപൂർവ്വം ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിച്ചോളൂ. ഈ ആദരവ് നൽകുന്നതിനായി കേണൽ സജു കൃഷ്ണൻ, കേണൽ ആർ ജി നായർ സാർ, ഗോപാൽജി എന്നിവരെയും വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഷീജ വേണുഗോപാൽ, ഡോക്ടർ ഷീജ വേണുഗോപാൽ പൊതുപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമാണ്. അശരണർക്കും അഗതികൾക്കുമായി അമ്മ ഹോം കെയർ എന്ന സ്ഥാപനം നടത്തി വരുന്നു. തിരുവനന്തപുരത്ത് പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന അമ്മ ഹോം കെയർ ഉടമയാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് തണലായി പ്രവർത്തിക്കുന്നു. ഡോക്ടർ ആതിര ഉണ്ണികൃഷ്ണൻ ഭരതനാട്യം നർത്തകിയും അറിയപ്പെടുന്ന കലാകാരിയുമാണ്. സ്വന്തം ജീവിതം കലയ്ക്കായി ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വത്തിന് ഉടമയാണ്.
ജിലി ജോർജ് ജാസ്മിൻ 9 സിനിമകളിൽ വേഷമിട്ട് മലൈക്കോട്ടെ വാലിബൻ ഇൻട്രോ ദേശീയ ശ്രദ്ധ ആകർഷിച്ച വരാലാണ് ആദ്യ ചിത്രം. സിംഗപ്പൂർ ദുബായ് പ്രവാസിയായിരുന്നു. പ്രവാസി ഡേയോടനുബന്ധിച്ച് പുരസ്കാരം നേടിയിട്ടുണ്ട്. സ്പോർട്സ് താരമാണ്. മലേഷ്യ മാസ്റ്റർ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജിലി ജോർജ്. അടുത്ത രഞ്ജിത്ത് ആംബുലൻസ്. നിരാലംബർക്കും സാധാരണക്കാർക്കുമായി കുറഞ്ഞ നിരക്കിൽ ആംബുലൻസ് സർവീസ് നടത്തിവരുന്നു. സാമൂഹ്യ സേവന രംഗത്തെ ഉദാത്ത മാതൃകയാണ് രഞ്ജിത്ത്. വാഹന അപകടത്തിൽപ്പെട്ട നിരവധി പേരെ പ്രതിഫലേച്ഛയില്ലാതെ രഞ്ജിത്ത് സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു രഞ്ജിത്ത്. നൃത്തകല ST. നർത്തകിയും സാമൂഹിക പ്രവർത്തകയുമാണ്. നിരവധി അവാർഡുകളും നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. പൊതുപ്രവർത്തകയും തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക മണ്ഡലങ്ങളെ അറിയപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമയുമാണ്. നൃത്തകല ST. കലാറാണി കലാറാണി. വർഷങ്ങളായി കലാരംഗത്തും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നു. 25 വർഷം പൊതുജന സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ വർക്കറായും ഫിലിം പ്രൊഡ്യൂസർ സൈഡിലും പ്രവർത്തിച്ചു വരുന്നു. ബഹുജന സാഹിത്യ എസ്റ്റേറ്റ് വനിതാ പ്രസിഡന്റ്, ഗ്ലോബൽ ഹ്യൂമൻ പീസ് യൂണിവേഴ്സിറ്റിയുടെ ദുബായ് കോർഡിനേറ്റർ, സൗത്ത് ഇന്ത്യൻ ഫിലിം എക്സിക്യൂട്ടീവ് മെമ്പറായി, തുഞ്ചൻ കലാ കൂട്ടായ്മയുടെ വൈസ് ചെയർമാനായി 2024 മുതൽ കവിതാ രചനകൾ എഴുതാൻ തുടങ്ങി. കേരള കലാവേദിയുടെ മാഗസിനിലും കവിത പുറത്തിറങ്ങി. സൃഷ്ടിപഥം ആലപ്പുഴ സംഘടനയുടെ പുസ്തകത്തിലും മാവേലിയെ കാത്തു എന്ന കവിത പുറത്തിറങ്ങി. പൊതുപ്രവർത്തന മേഖല ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി. ശ്യാം പ്രസാദ്. ഒരുപാട് വിശേഷണങ്ങൾക്ക് അർഹയായ ശ്യാം പ്രസാദ് സനാതനധർമ്മ പ്രചാരണത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് സമൂഹത്തിനും സമാജത്തിനും ദിശാബോധം നൽകിക്കൊണ്ട് കേരളത്തിലെ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരു മഹാത്മാവാണ് ശ്രീ ശ്യാം പ്രസാദ്. പാലക്കാട് വടക്കന്തറയിലാണ് ജന്മമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാർമ്മിക മേഖല ഇവിടെ മാത്രം ഒതുങ്ങിക്കൂടിയില്ല. ജനിച്ച സാഹചര്യം വടക്കന്തറയ്ക്കടുത്തുള്ള ആശ്രമാന്തരീക്ഷം എന്നിവ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആധ്യാത്മിക സംസ്കാരത്തെ തട്ടിയുണർത്താൻ തക്ക വിധത്തിലുള്ളവയായിരുന്നു. ഭാരതീയ സംസ്കാരത്തിലുള്ള പ്രേമവും സനാതനധർമ്മ മോഹവും അദ്ദേഹത്തെ തൻ്റെ 22-ാം വയസ്സിൽ സംപൂജ്യ സ്വാമി സദാനന്ദ സരസ്വതിയുടെ ശിഷ്യത്വത്തിന് അർഹനാക്കി. ഏറ്റുവാങ്ങിയത് മാള. ആദരണ സഭ പൂർത്തിയായിരിക്കുകയാണ്. മറ്റൊരു ദൗത്യം കൂടി ഗോപാൽജി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പ്രതികൂല കാലാവസ്ഥയിലും പ്രതിബന്ധങ്ങളെയും നേരിട്ട് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഈ മാസത്തെ 2ാമത്തെ പരിപാടിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ഓരോ വ്യക്തികളും, ഇന്നിവിടെ സന്നിഹിതരായ നമ്മുടെ സൈനിക മേധാവികൾ, നമ്മുടെ എല്ലാം രാജ്യത്തിൻ്റെ അഭിമാനങ്ങളായ 3 സൈനിക മേധാവികളാണ് ഇവിടെ എത്തിച്ചേർന്നത്. അവരെയും എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സഹോദരങ്ങളെയും ആദരണ സഭയിൽ ഏറ്റുവാങ്ങിയ വിശിഷ്ട സാന്നിധ്യമായ നിരവധി മേഖലയിൽ ആദരവ് നേടിയ വ്യക്തിത്വങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.